മറ്റെല്ലാ മേഖലകളിലെയും എന്ന പോലെ 5 മുതൽ 11 വരെയുള്ള നൂറ്റാണ്ടുകൾ യൂറോപ്പിൻ്റെ വൈദ്യശാസ്ത്ര മേഖലയുടെയും ഇരുണ്ട കാലഘട്ടമായിരുന്നു. അന്ധവിശ്വാസങ്ങളും അശാസ്ത്രീയമായ ചികിത്സാരീതികളും അരങ്ങുവാണിരുന്ന കാലം. ആവശ്യത്തിന് വൈദ്യന്മാരോ ചികിത്സ അറിയാവുന്നവരോ ഇല്ലാത്തതിനാൽ ഇംഗ്ലണ്ടിലെ സാധാരണ ജനം മുടിവെട്ടാനായി ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ക്ഷുരകന്മാരെ ചികിത്സയ്ക്കായി ആശ്രയിച്ചിരുന്ന കാലം. ഒരു ചെറിയ മുറിവോ സാരമല്ലാത്തൊരു രോഗമോ പോലും ജനത്തിന്റെ ജീവൻ എടുത്തിരുന്ന കാലം. ഇക്കാലത്ത് ചികിത്സ പഠിക്കാനായി പേർഷ്യയിലെ ഇസ്ഫഹാനിലേക്ക് പുറപ്പെട്ട അസാധാരണമായ സിദ്ധിയുള്ളൊരു ചെറുപ്പക്കാരന്റെ കഥ നമ്മൾ വർഷങ്ങൾക്ക് മുൻപ് കേട്ടതാണ്. മഹാപണ്ഡിതനായ ഇബിൻ സീന എന്ന മഹാവൈദ്യന് കീഴിൽ ശിക്ഷണം സ്വീകരിച്ച ആ നാടിന്റെ സുൽത്താന്റെ പോലും പ്രിയങ്കരനായി മാറിയ റോബ് കോളിന്റെ കഥ. അന്ന് സെൽജുക്കുകളുടെ ആക്രമണത്തിൽ ഇസ്ഫഹാൻ വിട്ട് ഓടേണ്ടി വന്നപ്പോൾ ഇബിൻ സീന തന്റെ പ്രിയങ്കരനായ ശിഷ്യന് തൻ്റെ അറിവിൻ്റെ എല്ലാം സംഗ്രഹമായ അമൂല്യമായ പുസ്തകവും സമ്മാനിച്ചിരുന്നു. ആ പുസ്തകവും കയ്യിൽ മുറുകെ പിടിച്ച് തൻ്റെ സ്നേഹിതയായ റബേക്കയെയും തൻ്റെ സുഹൃത്തുക്കളെയുമായി റോബ് ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെട്ടിരുന്നു. ശേഷം എന്ത് സംഭവിച്ചു? ഈ കഥയാണ് 2025 പുറത്തുവന്ന ദ ഫിസിഷ്യൻ 2 എന്ന 2ാം ഭാഗം. കപ്പലിൽ ഗർഭിണിയായ തൻ്റെ ഭാര്യ റബേക്കയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദൂരെ കര കാണാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷ വാർത്ത സുഹൃത്തായ ഇസാക്ക് റോബിനെ അറിയിക്കുന്നത്. റബേക്കയും താങ്ങി പിടിച്ച് റോബ് മുകളിലേക്ക് എത്തുമ്പോൾ ദൂരെ വലിയ പ്രതീക്ഷകൾ നൽകി ഇംഗ്ലണ്ട് അവരെ കാത്തു നിൽക്കുന്നു. അവിടെ ആ മഹാനഗരത്തിൽ തങ്ങൾ വലിയൊരു ആശുപത്രി നിർമ്മിക്കുമെന്ന് റോബും റബേക്കയും സ്വപ്നം കണ്ടതാണ്. പക്ഷേ പെട്ടെന്ന് ദുസ്സൂചന എന്നോണം വലിയൊരു കൊടുങ്കാറ്റ് ആഞ്ഞു വീശാൻ ആരംഭിച്ചു. കടൽ കലുഷിതമായി കപ്പൽ ആടിയുലയാൻ ആരംഭിച്ചു. ഈ സമയത്ത് തന്നെയാണ് റബേക്കയ്ക്ക് പ്രസവവേദന ആരംഭിക്കുന്നത്. ഒട്ടും വൈകാതെ ആടിയുലയുന്ന ആ കപ്പലിൽ റബേക്ക ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. പക്ഷേ അവൾക്ക് ആ കുഞ്ഞിന്റെ മുഖമൊന്ന് കാണാൻ കഴിയും മുന്നേ തന്നെ കപ്പൽ ശക്തിയായ ഒരു പാറക്കെട്ടിലിടിച്ച് തകർന്നു. നേരം പുലർന്നപ്പോൾ കപ്പലിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവനുള്ളവരെയാണ് അബു തിരഞ്ഞത്. തങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന ഒരുപാട് പേർ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പലരെയും കാണാതായിരിക്കുന്നു. അബുവും ഇസാക്കും തകർന്ന കപ്പലിനുള്ളിലേക്ക് നോക്കുമ്പോൾ അതിനുള്ളിൽ വിറങ്ങലിച്ച് തൻ്റെ കൈക്കുഞ്ഞിനെയും പൊതിഞ്ഞു പിടിച്ച് റോബും ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ റബേക്കയെ അവിടെ എങ്ങും അവർക്ക് കണ്ടെത്താനായില്ല. അന്ന് പകൽ മുഴുവൻ അവർ ആ തീരത്തും കടലിലും എല്ലാം തിരഞ്ഞുവെങ്കിലും റബേക്ക അവിടെ ഉണ്ടായിരുന്നില്ല. തീരത്ത് കൂടാരം കെട്ടി പിന്നെയും 2 ദിവസം കൂടി റബേക്കയ്ക്കായി അവർ തിരച്ചിൽ തുടർന്നുവെങ്കിലും ശ്രമങ്ങളെല്ലാം വിഫലമായി. റോബ് അപ്പോഴും അതേ ഇരിപ്പിരിക്കുകയായിരുന്നു. ഭക്ഷണം കഴിക്കാതെ ജലപാനമില്ലാതെ വിറങ്ങലിച്ച അതേ ഇരിപ്പ്. ഒടുവിൽ ഇസാക്കാണ് അവനെ തിരികെ കൊണ്ടുവന്നത്. നിന്റെയും റബേക്കയുടെയും സ്വപ്നത്തിനു വേണ്ടിയാണ് നാം നിന്റെ ഈ നാട്ടിലേക്ക് വന്നത്. ആ സ്വപ്നത്തിനു വേണ്ടി എത്രയോ പേർ ജീവൻ നൽകി. റോബ്, ഇന്ന് നീ തനിച്ചല്ല. റബേക്ക സമ്മാനിച്ചൊരു പുത്രനുണ്ട് നിനക്കൊപ്പം. നിനക്ക് മുന്നോട്ട് പോയേ മതിയാവൂ എന്ന് ഇസാക്ക് പറഞ്ഞപ്പോ റബേക്കയുടെ വേർപാടിന്റെ ദുഃഖഭാരം തളർത്തിയിട്ടും യാത്ര തുടരാൻ റോബ് തയ്യാറായി. യാത്ര തുടർന്നവർ അങ്ങനെ ഒടുവിൽ ലണ്ടൻ നഗരത്തിലേക്കെത്തി. നഗര കവാടത്തിൽ തങ്ങൾ കൊട്ടാരത്തിലെ വൈദ്യന്മാരെ കാണാൻ എത്തിയതാണ് എന്ന് റോബ് അറിയിച്ചു. മുസ്ലിങ്ങളും യഹൂദന്മാരും സൂര്യാസ്തമയത്തിന് മുൻപ് നഗരം വിട്ടുകൊള്ളണമെന്നൊരു മുന്നറിയിപ്പ് കൊടുത്ത് കാവൽക്കാരവരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു. അതിനിടയിലാണ് ഒരു കുട്ടിയെ കുറച്ചുപേർ കള്ളൻ എന്ന് വിളിച്ച് ഓടിക്കുന്നത് റോബും സംഘവും കാണുന്നത്. ആ മനുഷ്യരവനെ പിടികൂടി അവന്റെ കൈ പിടിച്ച് തിരിച്ച് മോഷ്ടിച്ച പണവും അവന്റെ പക്കൽ നിന്നെടുത്ത് അവിടെ നിന്ന് പോയി. കൈ തിരിഞ്ഞുപോയ ആ പാവം ബാലനെ റോബ് സഹായിച്ചു. അയാൾ അവന്റെ കൈ പിടിച്ച് നേരെയാക്കി കൊടുത്തു. അതിന് പ്രതിഫലമെന്നോണം നഗരത്തിലെ വൈദ്യന്മാർ ചികിത്സ നടത്തുന്ന സ്ഥലത്തേക്ക് അവൻ അവരെ നയിച്ചു. തീർത്തും അശാസ്ത്രീയവും പരിഹാസ്യവുമായിരുന്ന ചികിത്സകളായിരുന്നു അവർ അവിടെ നടത്തിയിരുന്നത്. ഈ ചികിത്സകളെല്ലാം കണ്ട അബുവും ഇസാക്കും ഉൾപ്പെടെ അവർക്ക് എല്ലാവർക്കും ചിരിയാണ് വന്നത്. ഇതിനിടയിലേക്ക് പട്ടിയെപ്പോലെ പെരുമാറുന്നൊരു ഭ്രാന്തനെയുമായ ഒരാൾ അവിടേക്ക് വന്നിട്ട് ഒരു വൈദ്യനോട് അയാളെ ഭേദമാക്കണമെന്ന് പറയുന്നുണ്ട്. ഇവനൊന്നും ഇവിടെ ചികിത്സയില്ല, ഇവനെയൊക്കെ ആ ഗുഹയിൽ കൊണ്ടിടാൻ പറഞ്ഞ് അയാൾ ആ മനുഷ്യനെ ചവിട്ടുകയാണ് ചെയ്തത്. അതേസമയം കുറച്ചപ്പുറത്തേക്ക് മാറി ജനത്തിന്റെ ആരവം കേട്ട സ്ഥലത്തേക്ക് റോബും സംഘവും ചെന്നു. മന്ത്രവാദികളായ ചില കെൽറ്റുകളെ ജീവനോടെ കത്തിക്കുന്ന ചടങ്ങായിരുന്നു അവിടെ നടന്നിരുന്നത്. സത്യത്തിൽ അവർ ആ നഗരത്തിലുള്ളവർ പോലും ആയിരുന്നില്ല. ദൂരെ അവരുടെ ഗ്രാമത്തിൽ നിന്ന് പോയി അവരെ പിടിച്ചുകൊണ്ടുവന്ന്
നഗരമധ്യത്തിൽ കത്തിക്കാൻ തീരുമാനിച്ചത് ബിഷപ്പായിരുന്നു. എല്ലാം രാജ്യം ഭരിക്കുന്ന രാജ്ഞിയുടെ അനുവാദത്തോടെ. മനുഷ്യരെ ജീവനോടെ കത്തിക്കുന്ന ആ വിനോദത്തോട് റോബും സംഘവും മുഖം തിരിച്ചു. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, തീ കത്തിപ്പടർന്നതും കെൽറ്റുകളെ കെട്ടിയിരുന്ന കയർ കത്തിയിരിഞ്ഞു. ഇതോടെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വൃദ്ധയും ഒരു കെൽറ്റ് പോരാളിയും തടിച്ചുകൂടിയിരുന്ന ആ ജനങ്ങൾക്കിടയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ആ സംഭവത്തിന് ശേഷം റോബും സംഘവും കൊട്ടാരത്തിലേക്കെത്തി അവിടുത്തെ വൈദ്യന്മാരെ കണ്ടു. യഹൂദനെന്നോ മുസ്ലിമെന്നോ വ്യക്തമാവാത്ത വസ്ത്രധാരണം, ക്രിസ്ത്യൻ പേര്. ആദ്യം തന്നെ ഇതൊക്കെ പറഞ്ഞ് റോബിനെ പരിഹസിക്കുകയാണ് കൊട്ടാരത്തിലെ പ്രധാന വൈദ്യന്മാരായ ലിയോഫ്രിക്കും ഹന്നയും ചെയ്തത്. എന്നാൽ തങ്ങൾ ഇബിൻ സിനയുടെ ശിഷ്യന്മാരാണ് എന്നും അദ്ദേഹത്തിന്റെ ചികിത്സാമുറകളെല്ലാം ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹത്തിന്റെ അറിവുകളെല്ലാം ക്രോഡീകരിക്കുന്ന ഈ പുസ്തകം ഞങ്ങളുടെ കയ്യിലാണ് മരിക്കും മുൻപ് അദ്ദേഹം ഏൽപ്പിച്ചതെന്നും റോബ് അവരോട് പറഞ്ഞു. ജനത്തെ ചികിത്സിക്കാനായി നഗരത്തിലൊരു ആശുപത്രി പണിയാൻ അനുവദിക്കണമെന്നായിരുന്നു റോബിന്റെ ആവശ്യം. നിങ്ങൾ ഈ പറഞ്ഞ ഇബിൻ സിന എന്ന മനുഷ്യനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊരാൾ ശരിക്കുമുണ്ടായിരുന്നോ, നിങ്ങളെല്ലാം അയാളുടെ ശിഷ്യന്മാരാണോ എന്ന് ഞങ്ങളെങ്ങനെ അറിയും? മാത്രമല്ല, യഹൂദന്മാർക്ക് ഈ നഗരത്തിൽ ചികിത്സ നടത്താനും കഴിയില്ല എന്ന് പറഞ്ഞ് റോബിനെയും സംഘത്തെയും അവർ പുറത്താക്കി. ഇബിൻ സിനയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ വൈദ്യത്തെക്കുറിച്ചും ഒരുപാട് കേട്ടിരുന്നുവെങ്കിലും തങ്ങളല്ലാതെ മറ്റാരും ഇവിടെ വൈദ്യന്മാരായി വേണ്ട എന്നതിനാൽ തന്നെയാണ് രാജ്ഞിയുടെ വിശ്വസ്ത വൈദ്യനായ ഹന്ന അവരെ പുറത്താക്കിയത്. ഇതേ സമയം തന്നെ രാജ്ഞി മേഴ്സിയക്കടുത്തേക്ക് ബാൽഡുവിൻ എന്നൊരു പ്രഭു എത്തി. കെൽറ്റുകൾ രക്ഷപ്പെട്ടതിൽ വിശദീകരണം നൽകാനായിരുന്നു അയാൾ അവിടേക്ക് വന്നത്. കെൽറ്റുകൾ എല്ലാവരും മന്ത്രവാദം നടത്തുന്നവരല്ല. പക്ഷെ എന്നിട്ടും അവരെ എന്തിനിങ്ങനെ ശിക്ഷിക്കുന്നു? ഈ നഗരത്തിലെ ജനം അവരെ അകാരണമായി വെറുക്കുന്നു. രാജാവിനോട് എനിക്കൊന്ന് സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണകൾ മാറ്റിക്കൊള്ളാമെന്ന് ബാൽഡുവിൻ പറഞ്ഞുവെങ്കിലും രാജ്ഞി അത് സമ്മതിച്ചില്ല. രാജാവിന് തെറ്റിദ്ധാരണകൾ ഒന്നുമില്ല എന്നും കെൽറ്റുകളെല്ലാം മന്ത്രവാദികളും അവരെല്ലാം കൊല്ലപ്പെടേണ്ടവരുമാണ് എന്നാണ് രാജ്ഞി പറഞ്ഞത്. രോഗശൈലിയിലായിരിക്കുന്ന രാജാവ് ആരെയും കാണാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് രാജ്ഞി ബാൽഡുവിനെ പിന്തിരിപ്പിച്ചു. ഇതേ സമയം തന്നെ റോബും കൂട്ടരും നഗരത്തിന്റെ മതിലുകൾക്ക് പുറത്തായി തകർന്നൊരു കെട്ടിടത്തിൽ തമ്പടിച്ചു കഴിഞ്ഞിരുന്നു. തെരുവിൽ കണ്ട കുട്ടി അവർക്ക് ആ നദിയിൽ നിന്ന് ഈലുകളെ പിടിച്ച് ഭക്ഷിക്കാനായി കൊടുത്തു. സത്യത്തിൽ അതൊരു ആൺകുട്ടിയായിരുന്നില്ല. ആൺകുട്ടിയുടെ വേഷം ധരിച്ച വീസൽ എന്നൊരു പെൺകുട്ടിയായിരുന്നു. കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയ സ്ഥിതിക്കിനി തങ്ങൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് റോസ് എന്നൊരു സ്ത്രീ അവർക്കടുത്തേക്ക് ഓടിയെത്തുന്നത്. നിങ്ങൾ വൈദ്യന്മാരല്ലേ? പൊള്ളലേറ്റ ഒരാളെ സഹായിക്കാമോ എന്ന് റോസ് അവരോട് ചോദിച്ചു. റോബിനെയും കൂട്ടരെയും ആ സ്ത്രീ കൂട്ടിക്കൊണ്ടു പോകുന്നത് മുൻപ് തെരുവിൽ കത്തിക്കാനായി കെട്ടിയിട്ടിരുന്നിടത്ത് നിന്ന് രക്ഷപ്പെട്ട കെൽറ്റുകളുടെ സങ്കേതത്തിലേക്കാണ്. അവരിൽ ഡഫ് എന്ന പേരായ ഒരു പോരാളിക്ക് കാലിൽ സാരമായി പരിക്കേറ്റിരുന്നു. സാധാരണഗതിയിൽ അത്തരമൊരു സാഹചര്യത്തിൽ പഴുപ്പ് പടരാതിരിക്കാൻ കാല് മുറിച്ചു കളയുകയായിരുന്നു അക്കാലത്ത് ചെയ്യാറ്. പക്ഷേ കാല് മുറിച്ചു കളയാതെ തന്നെ താനിത് ചികിത്സിക്കാമെന്ന് റോബ് അയാൾക്ക് ഉറപ്പ് കൊടുത്തു. അങ്ങനെ അയാളെ ചികിത്സിക്കുമ്പോഴാണ് തൻ്റേതുൾപ്പെടെയുള്ള കെൽറ്റിക് ഗ്രാമങ്ങൾ ആക്രമിക്കാൻ രാജ്ഞി ഉത്തരവിട്ടിരിക്കുന്നുവെന്ന് ഡഫ് റോബിനോട് പറഞ്ഞത്. രാജ്ഞിയും ഒരു കെൽറ്റാണെന്നാണല്ലോ ഞാൻ കേട്ടത് എന്ന് റോബ് ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞത് ആ മന്ത്രവാദിനിയാണ്. യഥാർത്ഥ രാജ്ഞി ഒരു കെൽറ്റായിരുന്നു. പക്ഷെ അവർ കൊല്ലപ്പെട്ടതിന് ശേഷം രാജാവ് വിവാഹം കഴിച്ചത് ഒരു പിശാചിനെയാണ്. രാജകുമാരിയെയും അവർ ഭ്രാന്തിയാക്കി ദൂരെ ഒരിടത്ത് തടവിലിട്ടിരിക്കുകയാണ്. പക്ഷെ ഇന്നും രാജാവിനൊരു അനന്തരാവകാശിയെ നൽകാൻ മേഴ്സിക്ക് കഴിഞ്ഞിട്ടില്ല. ആ പിശാചിന് ജനിക്കുന്ന കുട്ടികളെല്ലാം ചാപിളകളാണ്. ഇനിയും അവൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞും അങ്ങനെ തന്നെയായിരിക്കും. മോറിഗൻ എന്ന പേരായ ആ മന്ത്രവാദിനി പറഞ്ഞതെല്ലാം റോബ് കേട്ടുനിന്നു. പക്ഷേ ഇവർക്ക് ആർക്കും അറിയാത്ത മറ്റൊരു രഹസ്യമുണ്ടായിരുന്നു. ഗർഭിണിയായിരുന്ന രാജ്ഞിയുടെ വയറ്റിൽ വളരുന്നത് രാജാവിൻ്റെ കുഞ്ഞായിരുന്നില്ല. രാജ്ഞിയുടെ വിശ്വസ്ത വൈദ്യനായ ഹന്നയുടേതായിരുന്നു. മദ്യപിച്ച് അവശനായ ഏതോ ഒരു രാത്രിയിൽ രാജാവിന് സംഭവിച്ചതാണത് എന്ന് രാജ്ഞി രാജാവിനെ തന്നെ വിശ്വസിപ്പിച്ചിരുന്നു. അന്ന് രാത്രിയിൽ നിർത്താതെ കരഞ്ഞ റോബിന്റെ കുഞ്ഞിനെ ഉറക്കിയത് മോറിഗനായിരുന്നു. അപ്പോഴാണ് അവർ ആ കുഞ്ഞിന്റെ അമ്മയെക്കുറിച്ച് റോബിനോട് ചോദിക്കുന്നത്. റബേക്കയ്ക്ക് സംഭവിച്ചതിനെക്കുറിച്ച് റോബ് പറഞ്ഞപ്പോൾ മാത്രമാണ് എപ്പോഴും അയാൾ ദുഃഖിതനായിരിക്കുന്നതിൻ്റെയും ഒന്ന് ചിരിക്കാൻ പോലും കഴിയാത്തതിൻ്റെയും കാരണം ആ വൃദ്ധയ്ക്ക് മനസ്സിലായത്. താങ്ങാനാവാത്ത ഏതോ ഒരു ദുഃഖം നിന്റെ ഹൃദയത്തിൽ വേരുകളാഴ്ത്തിയിരിക്കുന്നുവെന്ന് എനിക്കറിയാമായിരുന്നുവെന്ന് ആ വൃദ്ധ പറഞ്ഞപ്പോൾ കുഞ്ഞിനെ അവരെ ഏൽപ്പിച്ച് റോബ് പുറത്തേക്കിറങ്ങി.
മോറിഗനും റോബിന് പിന്നാലെ പുറത്തേക്ക് ചെന്നു. നിന്റെ ഹൃദയം നുറുങ്ങുന്ന ഈ വേദന ശമിപ്പിച്ചില്ലെങ്കിൽ നിന്റെ മുന്നോട്ടുള്ള ജീവിതം നരകതുല്യമായിരിക്കുമെന്നവർ പറഞ്ഞപ്പോൾ ശരീരത്തിലെ വേദനകൾ ഭേദപ്പെടുത്താനേ ഞാൻ പഠിച്ചിട്ടുള്ളൂവെന്നും ആത്മാവിൻ്റെ വേദന മാറ്റാൻ ആർക്കും കഴിയില്ലല്ലോ എന്നുമാണ് റോബ് ചോദിച്ചത്. എനിക്ക് ആ വേദന മാറ്റാൻ കഴിയുമെന്ന് ആ വൃദ്ധ പറഞ്ഞപ്പോൾ മായയും മന്ത്രവാദവും കൊണ്ടതിന് കഴിയില്ല എന്നാണ് റോബ് പറഞ്ഞത്. ഉടൻ അവർ റോബിൻ്റെ കൈ തൻ്റെ ഇടനെഞ്ചിലേക്ക് വെച്ചു. അവരെ സ്പർശിച്ചപ്പോഴേ അവരുടെ മരണം അടുത്തു കഴിഞ്ഞിരിക്കുന്നുവെന്ന് റോബ് തിരിച്ചറിഞ്ഞു. റോബിന് അങ്ങനെയൊരു സിദ്ധിയുണ്ടെന്ന് ആ സ്ത്രീക്കും അറിയാമായിരുന്നു. വേദന ബാധിച്ച അവയവത്തെയാണ് നാം ചികിത്സിക്കുന്നത്. നിന്റെ കാര്യത്തിൽ അത് നിന്റെ ഹൃദയമാണ്. എനിക്കത് ഭേദമാക്കാൻ മായയോ മന്ത്രവാദമോ ആവശ്യമില്ല എന്ന് മോറിഗൻ റോബിനോട് പറഞ്ഞു. ശരീരത്തെ ഭേദമാക്കാനുള്ള നിന്റെ സിദ്ധിയെക്കുറിച്ച് എനിക്കറിയാം. പക്ഷേ നിനക്ക് ആത്മാവിനെ സുഖപ്പെടുത്താനാവുമോ? നിനക്കത് ഞാൻ പറഞ്ഞു തരാമെന്ന് ആ വൃദ്ധ പറഞ്ഞപ്പോൾ റോബ് ഒരു കൊച്ചുകുട്ടിയെ പോലെ അവരെ അനുസരിച്ചു. അവർ ചില ചെടികൾ പുകച്ച് റോബിനെ അതിന് മുന്നിലിരുത്തി. ആ ഗന്ധം നാസാരേന്ദ്രിയത്തിലൂടെ മസ്തിഷ്കത്തിലെത്തിയപ്പോൾ അനുസരണയുള്ളൊരു ചെറിയ കുട്ടിയെപ്പോലെ റോബ് അവർക്ക് മുന്നിലിരുന്നു. അവർ റോബിൻ്റെ തലയിൽ സ്പർശിക്കുകയും ശക്തമായി അതിനെ ഉലയ്ക്കുകയും ചെയ്തു. ആദ്യം അവർ മന്ത്രങ്ങൾ ഉരുവിട്ടുവെങ്കിലും പിന്നീട് അത് വാക്കുകളായി മാറി. അവരുടെ ആ വാക്കുകളിലൂടെ റബേക്കയെ റോബ് മുന്നിൽ കണ്ടു. കടലിനടിയിൽ തന്നെ പുണർന്നു നിൽക്കുകയായിരുന്നു അവൾ. പതിയെ അവൾ തന്നിൽ നിന്ന് വലിച്ചു മാറ്റപ്പെട്ടു. കടലിൻ്റെ അഗാധതയിലേക്ക് അവൾ നീങ്ങപ്പെട്ടു. സത്യമെന്തെന്ന് റോബിനെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ആ സ്ത്രീ. റബേക്കയെ തനിക്ക് നഷ്ടപ്പെട്ടുവെന്ന സത്യം റോബ് തിരിച്ചറിയുകയായിരുന്നു. ആ സത്യത്തോട് താതാത്മ്യപ്പെടുകയായിരുന്നു. മോറിഗന്റെ വാക്കുകൾ നിലച്ചപ്പോൾ റോബ് പൊട്ടിക്കരഞ്ഞു. അയാളുടെ ഹൃദയത്തിലെ വേദന കണ്ണീരായി ഒലിച്ചു പോയിരുന്നു. എൻ്റെ ദൗത്യം പൂർത്തിയായിരിക്കുന്നു. ഇനി എനിക്കെൻ്റെ ഗ്രാമത്തിലേക്ക് ചെന്ന് എൻ്റെ ആളുകൾക്കിടയിൽ മരിക്കണമെന്ന് പറഞ്ഞ് മോറിഗൻ വടക്ക് തൻ്റെ ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. മോറിഗനെ യാത്രയാക്കിയ ശേഷം റോബ് തൻ്റെ കുഞ്ഞിനെ കയ്യിലെടുത്ത് ആദ്യമായി സന്തോഷത്തോടെ അവൻ്റെ മുഖത്ത് നോക്കി ആദം എന്ന പേരവന് നൽകി. ഇനിയൊരു പുതിയ തുടക്കമാണ് എന്ന് അയാൾ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. നഗരത്തിലേക്ക് തങ്ങളെ കടത്തിയില്ലെങ്കിലും നഗരത്തിന് പുറത്താ തകർന്ന കെട്ടിടം തന്നെ തങ്ങളുടെ ആശുപത്രിയാക്കി മാറ്റാൻ അവർ തീരുമാനിച്ചു. അവർ ആ കെട്ടിടം പുതുക്കി പണിയാൻ ആരംഭിച്ചു. ഡഫും വീസലുമൊപ്പം റോസിനെ പോലെ ചില പ്രദേശവാസികളും റോബിനെയും സംഘത്തെയും സഹായിച്ചു. അന്നേ ദിവസം രാത്രി തന്നെയാണ് ഹന്നയെ ബാൽഡ്വിൻ പ്രഭു തൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നത്. രോഗശയ്യയിലായിരുന്ന അയാളുടെ ഭാര്യയ്ക്ക് ശ്വാസമെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവർ അത്രയും അത്യാസന്ന നിലയിലായിട്ടും ഹന്നെ അവരെ കൈയൊഴിയുകയാണ് ചെയ്തത്. പനി മൂർച്ഛിച്ച് ശ്വാസം കിട്ടാതെ പിടയുന്ന ആ സ്ത്രീക്ക് തനിക്കാവുന്ന ചികിത്സകളെല്ലാം ചെയ്തു കഴിഞ്ഞുവെന്നും ഇനി തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുമാണ് ഹന്ന പറഞ്ഞത്. സത്യത്തിൽ അയാൾ ശരിക്കും നിസ്സഹായനായിരുന്നു. ആ രാത്രി പുലരുമ്പോൾ അവർ ജീവനോടെ ഉണ്ടാകുമോ എന്ന് പോലും ഹന്നയ്ക്കറിയില്ലായിരുന്നു. പക്ഷേ ഇതേ സമയം തന്നെ ആശുപത്രി ആരംഭിച്ച ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിൽ മരണം മുന്നിൽ കണ്ടിരുന്ന പല രോഗികളും തങ്ങളുടെ അവസാനത്തെ ആശ്രയമെന്ന നിലയ്ക്ക് റോബിനരികിലേക്കെത്തി. വരുന്നവരെല്ലാം സുഖം പ്രാപിക്കുന്നുവെന്ന് കണ്ടതോടെ നഗരത്തിലെ ജനം ആ ആശുപത്രിയിലേക്ക് ഒഴുകാൻ തുടങ്ങി. ഒരിക്കലും ഭേദമാവില്ല എന്ന് കരുതിയ രോഗങ്ങൾ ഭേദപ്പെട്ടു. മരണം മുന്നിൽ കണ്ടിരുന്നവർ പോലും എഴുന്നേറ്റ് നടക്കാൻ ആരംഭിച്ചു. ചികിത്സയ്ക്കെത്തിയ രോഗികളിൽ ഭൂരിഭാഗം ആളുകളും കയ്യിൽ പണമില്ലാത്ത സാധാരണക്കാരായിരുന്നു. അവർ തങ്ങൾക്ക് കഴിയും പോലെ തങ്ങളുടെ കൃഷിയിടങ്ങളിൽ വിളഞ്ഞ പച്ചക്കറികളും മറ്റും റോബിനും സംഘത്തിനും സ്നേഹ സമ്മാനമായി നൽകി. ഒന്നിനും കഴിയാത്തവർക്കാകട്ടെ ചികിത്സ പൂർണ്ണമായും സൗജന്യമായിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം മോറിഗൻ തൻ്റെ മനസ്സിനെ സുഖപ്പെടുത്തിയ ചികിത്സയെക്കുറിച്ചായിരുന്നു റോബ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇസ്ഫഹാനിൽ വെച്ച് മനസ്സെങ്ങനെ ശരീരത്തെയും ആരോഗ്യത്തെയും ബാധിക്കുന്നുവെന്നും ആരോഗ്യവും ശരീരവും എങ്ങനെ മനസ്സിനെ ബാധിക്കുന്നുവെന്നും ഹീബിൻസിനെ പറഞ്ഞു തന്നത് റോബ് ഓർത്തു. ഓർമ്മകൾ അടുക്കി വെച്ച ചിത്രങ്ങൾ പോലെയാണ്. ഓരോ പാളി നീക്കുമ്പോഴും അതിന് കീഴിലുള്ളത് തെളിഞ്ഞു വരും. മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനെക്കുറിച്ച് ഹീബിൻസിനയുടെ പൂർത്തിയാകാത്ത പഠനത്തെക്കുറിച്ചാണ് റോബ് അപ്പോൾ ഇസാക്കിനോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. മോറിഗൻ അതാണ് തന്നിലും ചെയ്തത്. ഓരോ പാളികളായി അടർത്തി എൻ്റെ മനസ്സിൻ്റെ ആഴത്തിൽ ഞാൻ ഏറ്റവും ഭയപ്പെട്ടിരുന്ന ഓർമ്മ എന്നെ കാണിച്ചു തന്നു. ഭയപ്പെടുത്തുന്ന ആ ഓർമ്മയെ അഭിമുഖീകരിക്കാൻ എന്നെ പഠിപ്പിച്ചു. അതിനോടെന്നെ താതാത്മ്യപ്പെടുത്തി. ഇതേ സമയം തന്നെ നഗരത്തിൻ്റെ പുറത്ത് അത്തരത്തിലൊരു ആശുപത്രി വന്നതോടെ നഗരത്തിലെ വ്യാജ വൈദ്യന്മാർക്ക് കച്ചവടം നഷ്ടമായി. അക്കൂട്ടത്തിൽ യോഫ്രിക്കുമുണ്ടായിരുന്നു. എന്തെങ്കിലും നമ്മൾ ചെയ്തേ മതിയാവൂന്ന് അയാൾ ഹന്നയോട് പറഞ്ഞു.
അവർ സൗജന്യമായാണ് ചികിത്സ ചെയ്യുന്നത്. ചികിത്സിക്കപ്പെടുന്നവരെല്ലാം ഭേദപ്പെടുന്നു. ലിയോഫ്രിക്ക് ഇങ്ങനെ വെപ്രാളപ്പെടുമ്പോൾ ആ ആശുപത്രി ഒന്ന് സന്ദർശിക്കാൻ തന്നെയാണ് ഹന്ന തീരുമാനിച്ചത്. പിറ്റേന്ന് തന്നെ അയാൾ അവിടേക്ക് എത്തുകയും ചെയ്തു. നിങ്ങളെ ഞാൻ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ പറഞ്ഞതിൽ വസ്തുതയുണ്ടായെന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു. എന്നെ ആ മഹാവൈദ്യന്റെ പുസ്തകമൊന്ന് കാണിക്കാമോ എന്ന് ഹന്ന റോബിനോട് ചോദിച്ചു. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചികിത്സാ രീതികൾ അങ്ങേക്ക് നേരിട്ട് കാണാമല്ലോ എന്ന് പറഞ്ഞ് റോബ് അവിടെ ഉണ്ടായിരുന്ന കർട്ടൻ മാറ്റി. അപ്പോഴവിടെ ഉണ്ടായിരുന്നത് ബാൽഡ്വിൻ പ്രഭുവും അയാളുടെ ഭാര്യ എയ്മയുമായിരുന്നു. എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച അവസാനത്തെ കച്ചിത്തുരുമ്പെന്ന നിലയിൽ അവർ റോബിനടുത്തേക്ക് എത്തിയിരുന്നു. അവരെ കണ്ടയുടൻ തന്നെ ഹന്ന ഇങ്ങനെ പറഞ്ഞു, ഇത് അസാധ്യമാണ്. ഈ സ്ത്രീയെ രക്ഷിക്കാൻ ഒരു മാർഗവുമില്ല. ഞാൻ ശ്രമിച്ചതാണ്. നമുക്കൊന്നുകൂടി ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞ് റോബ് ചികിത്സ ആരംഭിച്ചു. ഹന്നയും അയാൾക്കൊപ്പം കൂടി. നന്നായി വേദനിക്കുമെന്ന് മുന്നറിയിപ്പ് കൊടുത്ത ശേഷം തന്റെ മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് അവരുടെ നെഞ്ചിന് കീഴിലായി റോബ് ഒരു ദ്വാരമിട്ടു. ശേഷം തയ്യാറാക്കി വെച്ചിരുന്നൊരു മരക്കുഴൽ അതിനുള്ളിലേക്ക് ഇറക്കി വിട്ടു. ഹേമയുടെ ശ്വാസം തടസ്സപ്പെടുത്തിയിരുന്ന ആ ദ്രാവകം പതിയെ അതിനുള്ളിൽ നിന്ന് ഒലിച്ചിറങ്ങാൻ ആരംഭിച്ചു. അല്പനേരം കൊണ്ട് തന്നെ ഹേമയുടെ ശ്വാസം നേരെയായി. ആശ്വാസത്തിന്റെ കണ്ണുനീർ അവരുടെ കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങി. ഇത് കണ്ടുനിന്ന ബാൽഡ്വിനും ഹന്നയ്ക്കും അത് വിശ്വസിക്കാനായില്ല. മരണമുറപ്പിച്ചൊരു സ്ത്രീ അവരുടെ കൺമുന്നിൽ ജീവൻ വീണ്ടെടുക്കുന്നു. ഹന്നയ്ക്ക് അത്ഭുതം അടക്കാനായില്ല. പക്ഷേ റോബ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണ് പിന്നീട് അയാളിൽ നിന്നുണ്ടായത്. നിങ്ങളുടെ ഈ പുസ്തകത്തിന് എത്രയാണ് വില എന്ന് അയാൾ ചോദിച്ചപ്പോൾ ഈ പുസ്തകം വിൽപ്പനയ്ക്കുള്ളതല്ല എന്ന് മറുപടി പറഞ്ഞ് തെല്ലൊരു ദേഷ്യത്തോടെ റോബ് അവിടെ നിന്ന് പോയി. ഇതേ സമയം തന്നെ കൊട്ടാരത്തിൽ പ്രഭുക്കന്മാർ അക്ഷമരായിരുന്നു. രാജ്ഞിയുടെ നിർദ്ദേശപ്രകാരം കെൽറ്റുകളുമായി യുദ്ധം തുടങ്ങിയിട്ടിപ്പോൾ മാസങ്ങളായിരിക്കുന്നു. പക്ഷെ എന്തിനാണ് ഈ യുദ്ധമെന്ന് മാത്രം അവർക്കറിയില്ല. കെൽറ്റുകൾ ചെകുത്താന്മാരായതുകൊണ്ടാണ് എന്ന് ബിഷപ്പ് പറഞ്ഞുവെങ്കിലും അതൊന്നും അവർക്ക് വേണ്ട ഉത്തരമായിരുന്നില്ല. തങ്ങൾക്ക് രാജാവിനോട് നേരിട്ട് സംസാരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടുവെങ്കിലും രാജാവ് രോഗാതുരനാണെന്നും അദ്ദേഹത്തെ ഇപ്പോൾ കാണാൻ സാധിക്കില്ല എന്നും പറഞ്ഞ് രാജ്ഞി ആവശ്യം നിരസിച്ചു. ഈ സമയത്താണ് രാജാവിനെ ചികിത്സിക്കാനായി ബാൽഡ്വിൻ പ്രഭു റോബിനെ ആ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. തന്റെ ഭാര്യയുടെ അസുഖത്തെക്കുറിച്ചും അത് ഭേദമാക്കിയ മഹാവൈദ്യനെക്കുറിച്ചും സഭയ്ക്ക് മുന്നിൽ ബാൽഡ്വിൻ പ്രഭു സംസാരിച്ചു. രാജാവിനെയും ഇദ്ദേഹം ഒരു വട്ടം നോക്കട്ടെ എന്ന് അയാൾ പറഞ്ഞുവെങ്കിലും രാജ്ഞി അത് വിസമ്മതിച്ചു. രാജാവിനെപ്പോൾ ചികിത്സ നടത്തിയിരുന്ന ലിയോഫ്രിക്കും അത് എതിർത്തുവെങ്കിലും ബാക്കിയുള്ള പ്രഭുക്കന്മാരെല്ലാം ബാൽഡ്വിന്റെ അഭിപ്രായത്തോട് യോജിച്ചതോടെ രാജ്ഞിക്ക് മറ്റു മാർഗമില്ലാതെ അത് സമ്മതിക്കേണ്ടി വന്നു. രാജാവിനെ പാർപ്പിച്ചിരിക്കുന്ന ഇരുട്ട് നിറഞ്ഞ ആ മുറിയിലേക്ക് റോബിന് പ്രവേശനം ലഭിച്ചു. എന്താണ് ഈ മുറിയിൽ വെളിച്ചമില്ലാത്തത് എന്ന് അയാൾ ചോദിച്ചപ്പോൾ സൂര്യപ്രകാശമടിച്ചാൽ രാജാവിന്റെ രോഗം മൂർച്ഛിക്കുമെന്നാണ് ലിയോഫ്രിക്ക് പറഞ്ഞത്. ഏകദേശം 1 വർഷത്തോളമായി രാജാവ് ആ ഇരുട്ട് നിറഞ്ഞ മുറിയിൽ തന്നെ കഴിഞ്ഞു വരികയായിരുന്നു. രാജാവിന്റെ ശരീരത്തിലെ തിണർപ്പുകളും പാടുകളും കണ്ടപ്പോൾ തന്നെ എന്താണ് അദ്ദേഹത്തിന്റെ പ്രശ്നമെന്ന് റോബിന് മനസ്സിലായി. നിരാശനായിരുന്ന രാജാവിനോട് റോബ് കാര്യങ്ങൾ വിശദീകരിച്ചു. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ചർമ്മത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരുപാട് പേരെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങേക്ക് ആ രോഗമല്ല. അങ്ങേക്ക് 1 വർഷം മുൻപ് എന്തായിരുന്നോ പ്രശ്നം അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എന്നിട്ടും ഈ തിണർപ്പുകൾ പോകാത്തതിന് കാരണം അങ്ങ് സൂര്യപ്രകാശം ഏൽക്കാത്തത് കൊണ്ടാണ് എന്ന് റോബ് രാജാവിനോട് പറഞ്ഞു. ശേഷം ആ കർട്ടനുകൾ മാറ്റാൻ റോബ് ശ്രമിച്ചപ്പോൾ ലിയോഫ്രിക്ക് തടഞ്ഞുവെങ്കിലും രാജാവ് ഉത്തരവിട്ടു ജനാലയുടെ കർട്ടനുകൾ ഉടൻ തന്നെ നീക്കം ചെയ്യാൻ. റോബ് കർട്ടനുകൾ മാറ്റിയതോടെ മുറിയിലേക്ക് ഇരച്ചു കയറിയ സൂര്യപ്രകാശത്തിലേക്ക് രാജാവ് ഇറങ്ങി നിന്നു. നീണ്ട 1 വർഷത്തിന് ശേഷം. അപ്പോൾ സൂര്യപ്രകാശം അദ്ദേഹത്തിന്റെ ചർമ്മത്തെ പൊള്ളിച്ചില്ല. അവശനായിരുന്നുവെങ്കിലും രാജാവ് ആദ്യം പോകുന്നത് തന്റെ സഭയിലേക്കാണ്. രോഗശയ്യയിൽ നിന്ന് തങ്ങളുടെ രാജാവ് എഴുന്നേറ്റ് വരുന്നത് കണ്ട് പ്രഭുക്കന്മാർ ആർപ്പ് വിളിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ റോബിന്റെ ചികിത്സയിലായിരുന്ന രാജാവ് പതിയെ ആരോഗ്യം വീണ്ടെടുത്തു. 2 ആഴ്ചകൾ കൊണ്ട് തന്നെ വേട്ടയ്ക്ക് പോകാനും മാത്രം ആരോഗ്യവും ഊർജ്ജസ്വലതയും അദ്ദേഹത്തിൽ തിരിച്ചു വന്നു. അപ്പോഴും മുഖത്തെ തിണർപ്പുകൾ മാറാനായി അദ്ദേഹത്തിന്റെ മുഖത്ത് റോബ് മരുന്നുകൾ പുരട്ടുന്നുണ്ടായിരുന്നു. രോഗം പൂർണ്ണമായും മുക്തമായ രാത്രിയിൽ രാജാവ് എല്ലാവർക്കുമായി ഒരു വിരുന്നൊരുക്കി. നിങ്ങളുടെ രാജാവിനെ മരണത്തിൽ നിന്നും ആ അന്ധകാരത്തിൽ നിന്നും മോചിപ്പിച്ചത് ഈ റോബാണ് എന്ന് രാജാവ് വിരുന്നിൽ പ്രഖ്യാപിച്ചു. പക്ഷേ റോബിന്റെ ആ ഉയർച്ചയിൽ അസൂയയുണ്ടായിരുന്നവർ 2 പേർ ആ വിരുന്നിൽ തന്നെ ഉണ്ടായിരുന്നു, ലിയോഫ്രിക്കും ഹന്നയും. ഞാൻ ഇത്രകാലമായി ഇരുട്ട് നിറഞ്ഞ മുറിയിൽ അടയ്ക്കപ്പെട്ടത് ചിലരുടെ അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് വിശ്വസിച്ച് ഞാൻ എല്ലാം ക്ഷമിക്കുന്നുവെന്ന് രാജാവ് അവരെ നോക്കി പറഞ്ഞു.
റോബിനായി രാജാവ് ഒരു സമ്മാനവും കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ആശുപത്രി, റോബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബിമരിസ്ഥാൻ, ആ നഗരത്തിൽ നിർമ്മിക്കാനുള്ള അനുമതി. റോബും റബേക്കയും ഒപ്പമുള്ളവരും സ്വപ്നം കണ്ടതുപോലെ ആ മഹാനഗരത്തിൽ ഒരു വലിയ ആശുപത്രി. ഇതേ സമയം തന്നെ ആ വിരുന്നിൽ ചതിയുടെ മറ്റൊരധ്യായം തുടങ്ങുകയായിരുന്നു. സത്യത്തിൽ മേഴ്സിയുടെ നിർദ്ദേശമനുസരിച്ച് ഹന്ന പറഞ്ഞിട്ടാണ് ലിയോഫ്രിക്ക് രാജാവിനെ പുറം ലോകം കാണിക്കാതെ രോഗിയാക്കി ഇരുട്ട് നിറഞ്ഞ മുറിയിൽ അടച്ചിട്ടത്. തങ്ങളുടെ രഹസ്യങ്ങൾ പുറത്താവാതിരിക്കാൻ എല്ലാം അറിയാവുന്ന ലിയോഫ്രിക്കിനെ കൊന്നേ മതിയാവൂന്ന് മേഴ്സിയെ തീരുമാനിച്ചിരുന്നു. പിറ്റേന്ന് ആ നഗരത്തിലൂടെ സഞ്ചരിച്ച റോബും സംഘവും കാണുന്നത് നഗരമധ്യത്തിലൊരു വലിയ തൂണിന് മുകളിലൊരു ചക്രത്തിൽ ജീവനറ്റ ലിയോഫ്രിക്കിന്റെ ശരീരമാണ്. മേഴ്സിയെ രാജാവിനോട് പറഞ്ഞ അയാൾക്ക് വധശിക്ഷ നൽകിയിരുന്നു. പക്ഷേ രാജാവിന്റെ പിന്നീടുള്ള തീരുമാനം മേഴ്സി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. രാജാവ് പിറ്റേന്ന് റോബിനും മേഴ്സിക്കുമൊപ്പം പോകുന്നത് സാൻ പെഡ്രോ കോൺവെന്റിലേക്കായിരുന്നു. ഈ കോൺവെന്റിലായിരുന്നു രാജാവിന്റെ ഭ്രാന്തിയായ മകൾ ഇലീനെ പാർപ്പിച്ചിരുന്നത്. രാജാവിന്റെ ഒന്നാം ഭാര്യയിൽ ജനിച്ച ഏക കുട്ടിയായിരുന്നു ഇലീൻ. ശേഷം മേഴ്സിയിലുണ്ടായ കുഞ്ഞുങ്ങളെല്ലാം ചാപിളുകളായിരുന്നു. നമുക്ക് ജനിക്കാൻ പോകുന്നത് ഒരു രാജകുമാരനാണ്, തീർച്ചയായും അവൻ അങ്ങയുടെ പിൻഗാമിയാകുമെന്ന് മേഴ്സിയെ പറഞ്ഞുവെങ്കിലും മുൻപത്തെ കുട്ടികളെപ്പോലെ അതും ജീവനില്ലാതെയാവും പിറന്നു വീഴുക എന്ന് രാജാവ് വിശ്വസിച്ചു. അതിനർത്ഥം തന്റെ മരണശേഷം തനിക്ക് രാജ്യമേൽപ്പിക്കാൻ ശേഷിക്കുന്ന ഒരേ ഒരു അനന്തരാവകാശി ഭ്രാന്തിയായ തന്റെ മകൾ ഇലീൻ മാത്രമാണ്. ഇക്കാരണം കൊണ്ട് തന്നെ അവളെ റോബിനെ കൊണ്ട് ചികിത്സിപ്പിക്കാനാണ് രാജാവ് കോൺവെന്റിലേക്ക് അയാൾക്കൊപ്പം എത്തിയത്. വൈകാതെ റോബ് അവളെ പാർപ്പിച്ചിരിക്കുന്ന അറയിലേക്ക് പ്രവേശിച്ചു. ആ മുറിയിൽ ചങ്ങലകൾ കിടപ്പുണ്ടായിരുന്നു. രാജാവാകട്ടെ അടുത്തുള്ള മുറിയിലെ ചെറിയ ജനാല വഴി ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. റോബിനെ കണ്ടയുടൻ തന്നെ ആ പെൺകുട്ടി ഇരുട്ടിലേക്ക് മറഞ്ഞിരുന്നു. റോബ് അവളെ ഭയപ്പെടുത്താതെ സഹാനുഭൂതിയോടെ സംസാരിക്കാൻ ആരംഭിച്ചു. അവൾക്ക് കഴിക്കാൻ കൊടുത്തിരുന്ന ഭക്ഷണം കണ്ട്, ഇതാണോ നിനക്ക് അവർ കഴിക്കാൻ തരുന്നത്? ഞാൻ നിനക്ക് ആപ്പിളുകൾ കൊണ്ടുതരട്ടെ എന്ന് റോബ് ചോദിച്ചതും പെട്ടെന്ന് ആ പെൺകുട്ടി അയാൾക്ക് മേൽ ചാടി വീണ അയാളെ ആക്രമിക്കാൻ ആരംഭിച്ചു. വേഗം തന്നെ കന്യാസ്ത്രീകൾ അവിടേക്കെത്തി അവളെ പിടിച്ചു മാറ്റി കുരിശുകാട്ടി പ്രാർത്ഥിച്ചവളെ പിന്തിരിപ്പിച്ചു. ഈ സംഭവത്തിനു ശേഷം പിന്നീട് ഇങ്ങനെയാണോ ഒരു രോഗിയെ പരിചരിക്കേണ്ടത്? അതൊരു മൃഗമല്ല, മനുഷ്യനാണ് എന്ന് റോബ് പറഞ്ഞപ്പോ, പക്ഷേ അവളുടെ ദേഹത്തുള്ള പിശാച് മനുഷ്യനല്ല എന്നാണ് സിസ്റ്റർ മേരി മറുപടി പറഞ്ഞത്. കർത്താവ് എല്ലാവരോടും സ്നേഹത്തോടും സഹാനുഭൂതിയോടും പെരുമാറാനാണ് പഠിപ്പിച്ചിരിക്കുന്നത്. നാളെ മുതൽ എൻ്റെ ചികിത്സയും അങ്ങനെയായിരിക്കുമെന്ന് റോബ് അവരോട് പറഞ്ഞു. പിറ്റേന്ന് റോബ അറയിലേക്ക് പ്രവേശിച്ചത് കുറച്ച് ആപ്പിളുകളുമായിട്ടാണ്. ഇലീനെ അവർ അപ്പോൾ ചങ്ങലകളാൽ ബന്ധിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഈ ചങ്ങലകൾ അഴിക്കട്ടെ, നമുക്ക് നല്ല മധുരമുള്ള ആപ്പിൾ കഴിക്കാമെന്ന് അയാൾ പറഞ്ഞപ്പോ ഇലീൻ തലയാട്ടി. ശേഷം റോബ് കൊടുത്ത ആപ്പിൾ അവൾ കൊതിയോടെ കഴിച്ചു. എന്നെ ആക്രമിക്കില്ലെങ്കിൽ ഞാനിനി പഞ്ചാര പുരട്ടിയ ആപ്പിളുകൾ കൊണ്ടുവരാമെന്ന് റോബ് പറഞ്ഞപ്പോ ഇലീൻ ആദ്യമായി പുഞ്ചിരിച്ചു. ശേഷം റോബ് അവൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാൻ ആരംഭിച്ചു. റോബ് തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും തന്റെ യാത്രകളെക്കുറിച്ചും പറഞ്ഞ കഥകളെല്ലാം ഇലീൻ സമാധാനത്തോടെ കേട്ടിരുന്നു. ഏറെ നേരം അതങ്ങനെ കേട്ടിരുന്ന് പെട്ടെന്ന് ഇലീൻ എഴുന്നേറ്റ് എൻ്റെ ഉള്ളിലൊരു ചെകുത്താനുണ്ട് എന്നും വേഗം ഇവിടെ നിന്ന് പോയിക്കൊള്ളുവാനും അയാളോട് പറഞ്ഞു. താൻ ഇനിയും അയാളെ ഉപദ്രവിക്കുമോ എന്ന് അവൾ ഭയന്നിരുന്നു. റോബ് അവളുടെ കയ്യിൽ പിടിച്ച് അങ്ങനെയൊരു ചെകുത്താൻ ഇല്ല എന്നും അതുകൊണ്ട് തന്നെ എനിക്ക് ഭയമില്ല എന്നും ഇലീനോട് പറഞ്ഞു. പിന്നീട് അയാൾ അവളോട് സംസാരിച്ചത് അവൾ ഭിത്തിയിൽ കോറി വരച്ചിരുന്ന ചിത്രങ്ങളെക്കുറിച്ചാണ്. തൻ്റെ ഉള്ളിലുണ്ട് എന്നവൾ വിശ്വസിക്കുന്ന ചെകുത്താൻ്റെ രൂപങ്ങളായിരുന്നു അവയിൽ പലതും. അതിൽ തന്നെ മാനിൻ്റെ തലയുള്ളൊരു രൂപത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇലീൻ വിറയ്ക്കാൻ തുടങ്ങി. ഈ രൂപം തന്നെയാണ് അവളെ ഏറ്റവും ഭയപ്പെടുത്തുന്നത് എന്ന് റോബ് തിരിച്ചറിഞ്ഞു. രാജാവിനോടും അയാൾ അതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ആ രാത്രിയിലാണ് രാജാവ് മേഴ്സിയോട് പല കാര്യങ്ങളും ചോദിക്കുന്നത്. ലിയോഫ്രിക്കിനെ വിശ്വസിക്കാൻ നീയാണ് എന്നോട് ആവശ്യപ്പെട്ടത്. ഒടുവിൽ അവനെ കൊല്ലാനും നീ തന്നെ ആവശ്യപ്പെട്ടു. ശിക്ഷ നടപ്പാക്കിയപ്പോൾ അവൻ എന്നിൽ നിന്ന് കവർന്നെടുത്ത ദിനങ്ങളെക്കുറിച്ചോർത്ത് എനിക്ക് സംതൃപ്തിയുണ്ടായി. എന്നെ വഞ്ചിക്കുന്നവരാരായാലും അവരുടെ വിധി അത് തന്നെയാകുമെന്ന് സ്നേഹത്തിൻ്റെ സ്വരത്തിൽ തന്നെ രാജാവ് മേഴ്സിയോട് പറഞ്ഞു. താനൊരു രോഗിയാണെന്ന് രാജാവിനെ സ്വയം വിശ്വസിപ്പിച്ച് രോഗിയായ അദ്ദേഹത്തെ മറ്റുള്ളവർക്ക് മുന്നിൽ ചിത്രീകരിച്ച് സിംഹാസനത്തിലിരിക്കാൻ താൻ ഒരുക്കിയ പദ്ധതിയാണത് എന്ന് രാജാവിന് മനസ്സിലായിരിക്കുന്നുവെന്ന് മേഴ്സിയെ തിരിച്ചറിഞ്ഞു. എന്നാൽ അന്ന് രാത്രിയിൽ തന്നെയാണ് അവർക്ക് പ്രസവവേദന ആരംഭിക്കുന്നത്. വേഗം തന്നെ തൻ്റെ വൈദ്യനെ കൊണ്ടുവരാൻ രാജ്ഞി ആവശ്യപ്പെട്ടു. പക്ഷേ അത് തന്നെ വകവരുത്താനുള്ള മേഴ്സിയുടെ പദ്ധതിയാണ് എന്ന്
രാജാവ് തിരിച്ചറിഞ്ഞില്ല. ഹന്നെ അവിടേക്ക് എത്തുമ്പോൾ മേഴ്സിയെ തന്റെ പദ്ധതികൾ അയാളോട് വിവരിച്ചു. രാജ്ഞി പറഞ്ഞതനുസരിച്ച് ഹന്നെ അന്ന് രാത്രി തന്നെ റോബ് രാജാവിന്റെ മുഖത്ത് പുരട്ടാനായി തയ്യാറാക്കി വെച്ചിരുന്ന മരുന്നിൽ വിഷം ചേർത്തു. ഇക്കാര്യം അറിയാതെ റോബ് പിറ്റേന്ന് ആ മരുന്ന് രാജാവിന്റെ മുഖത്ത് പുരട്ടി കൊടുക്കുകയും ചെയ്തു. ശേഷം അവിടെ നിന്ന് റോബ് പോകുന്നത് ഇലീനടുത്തേക്കാണ്. റോബ് തന്റെ അടുത്തേക്ക് വരുന്നതും തന്നോട് സംസാരിക്കുന്നതും ഇലീൻ ഇപ്പോൾ വലിയ ആശ്വാസമാണ്. എന്റെ ആത്മാവിനെ ഭേദപ്പെടുത്തിയ ഒരു ചികിത്സ ഞാൻ നിന്നിൽ ചെയ്യാൻ പോവുകയാണ്. നിന്റെ ഉള്ളിൽ നീ വിശ്വസിക്കുന്നത് പോലെ ഒരു ചെകുത്താൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് റോബ് മോറിഗൻ തന്നെ പഠിപ്പിച്ച ആ ചികിത്സ ഇലീനിൽ ചെയ്യാൻ ആരംഭിച്ചു. പതിയെ പതിയെ അവളുടെ ഓർമ്മകളുടെ പാളികൾ ഓരോന്നായി അയാൾ അടർത്താൻ ആരംഭിച്ചു. ഉള്ളിൽ ഈ ചികിത്സകളെല്ലാം നടക്കുമ്പോൾ പുറത്ത് പ്രതീക്ഷയോടെ രാജാവ് കാത്തു നിൽക്കുകയായിരുന്നു. പക്ഷേ അയാൾ മരിച്ചു വീഴുന്ന നിമിഷത്തിനായി അയാൾക്കരികിൽ തന്നെ മേഴ്സിയെയും കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഒടുവിൽ അത് സംഭവിക്കുക തന്നെ ചെയ്തു. രാജാവ് ശ്വാസമെടുക്കാൻ പാടുപെട്ടു. റോബിനെ വിളിക്കാൻ അയാൾ ശ്രമിച്ചുവെങ്കിലും അയാൾക്കതിന് ശബ്ദം പൊങ്ങിയില്ല. പക്ഷേ ജനാലയിലൂടെ ഇത് കണ്ട റോബ് താനിരിക്കുന്ന അറയുടെ വാതിൽ തുറക്കാൻ ഉറക്കെ അലറിയെങ്കിലും ആരും അത് തുറന്നു കൊടുത്തില്ല. രാജാവ് ശ്വാസമെടുക്കാൻ പാടുപെടുന്നത് കണ്ട് മേഴ്സി അയാൾക്കരികിൽ തന്നെ നിന്നു. ഒടുവിൽ തന്റെ സംശയം ശരിയായിരുന്നു എന്ന തിരിച്ചറിവോടെ രാജാവിന്റെ ശ്വാസം നിലച്ചു. രാജാവിനെ റോബ് വിഷം കൊടുത്തു കൊന്നു എന്നുള്ള വാർത്ത ബിഷപ്പ് ആ നഗരവാസികളെ അറിയിച്ചപ്പോൾ ആർക്കും അത് വിശ്വസിക്കാനായില്ല. പക്ഷേ സാക്ഷിയായി അവർക്ക് മുന്നിലുള്ളത് രാജ്ഞി തന്നെയായിരുന്നു. ഇതോടെ രാജാവിനെ കൊന്ന റോബിന്റെയും സംഘത്തിന്റെയും ആശുപത്രി തകർക്കാൻ ഹന്നയും ആളുകളും അവിടേക്കെത്തി. അവരാ ആശുപത്രിയിലേക്ക് അതിക്രമിച്ചു കയറി അവിടെ ഉണ്ടായിരുന്ന വൈദ്യന്മാരെയും വിദ്യാർത്ഥികളെയും എന്തിന് രോഗികളെയും ഉൾപ്പെടെ എല്ലാവരെയും ക്രൂരമായി ആക്രമിച്ചു. പലരെയും അവർ നിഷ്കരുണം കൊന്നുകളഞ്ഞു. പക്ഷേ ഇതിനിടയ്ക്ക് ഹന്ന ഇബിൻ സിനയുടെ പുസ്തകം കൈക്കലാക്കാൻ ശ്രമിച്ചുവെങ്കിലും വീസൽ അതുമെടുത്ത് പുറത്തേക്കോടി. പക്ഷേ അവൾ ഓടിയെത്തുന്നത് പട്ടാളത്തിന്റെ മുന്നിലേക്ക് തന്നെയായിരുന്നു. വീസലിനെയും അബുവിനെയും ഇസാക്കിനെയും ഡഫിനെയും ഉൾപ്പെടെ എല്ലാവരെയും പട്ടാളം പിടികൂടി. ഇബിൻ സിനയുടെ പുസ്തകമാകട്ടെ ഹന്നയുടെ കൈകളിലുമായി. പിടിയിലായവരെ എല്ലാം അവർ ഇരുമ്പുകൂടുകൾ അടച്ചു. വൈകാതെ അവിടേക്ക് റോബിനെയും കൊണ്ടുവന്നു. ഇതേ സമയം ആ രാത്രിയിൽ തന്നെ ഹന്ന തനിക്ക് കിട്ടിയ അമൂല്യമായ ഗ്രന്ഥം പഠിക്കാനും ആരംഭിച്ചിരുന്നു. ഇതേ സമയം തന്നെ രാജാവിന്റെ മരണത്തോടെ അദ്ദേഹത്തിന്റെ അനന്തരാവകാശി ജനിക്കുന്നതുവരെ പരമാധികാരിയായി രാജ്ഞി മേഴ്സിയ സ്വയം അവരോധിച്ചു. പക്ഷേ അതിൽ പ്രഭുക്കന്മാർ പ്രതിഷേധിച്ചു. രാജാവിന്റെ പിന്തുടർച്ചക്കാരിയായി അദ്ദേഹത്തിന്റെ മകൾ ഉള്ളപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് അധികാരം ഏറ്റെടുക്കാൻ കഴിയുമെന്ന് അവർ ചോദിച്ചു. പിശാചി ബാധിച്ചൊരു ഭ്രാന്തിയെയാണോ നിങ്ങൾക്ക് രാജ്ഞിയായി വേണ്ടത്? എന്റെ മകൻ ജനിക്കുന്നതുവരെ, അവൻ അധികാരം ഏൽക്കുന്നതുവരെ ഞാൻ തന്നെയാവും രാജ്ഞിയാവുക, ഞാൻ തന്നെയാവും ഈ സിംഹാസനത്തിൽ ഇരിക്കുക എന്ന് മേഴ്സി അവരെ വെല്ലുവിളിച്ചു. പക്ഷേ പ്രഭുക്കന്മാർ അടങ്ങിയില്ല. തങ്ങൾക്ക് രാജകുമാരിയെ കാണണമെന്നും അവർക്ക് ഭ്രാന്തുണ്ട് എന്ന് തങ്ങൾക്ക് മുന്നിൽ തെളിയിക്കണമെന്നുമായിരുന്നു അവരുടെ ആവശ്യം. ഇതോടെ ഇലീനെ അവിടേക്ക് കൊണ്ടുവരാൻ തന്നെ രാജ്ഞി ഉത്തരവിട്ടു. പക്ഷെ അവർക്ക് അതിലൊരു തെറ്റുപറ്റി. രാജകുമാരിയെ കൊണ്ടുവരാനായി അവർ പറഞ്ഞയച്ചത് ബാൽഡ്വിൻ പ്രഭുവിനെയായിരുന്നു. ഇലീൻ ഇപ്പോഴും അസുഖം പൂർണ്ണമായും ഭേദമായിട്ടില്ല എന്നും ഇപ്പോഴും അവൾ കൊച്ചുകുട്ടികളെ പോലെയാണ് പെരുമാറുന്നത് എന്നും ഈ അവസ്ഥയിൽ അവളെ ലണ്ടനിലേക്ക് കൊണ്ടുപോയാൽ അവൾ തീർച്ചയായും സിംഹാസനത്തിന് അവകാശിയാവില്ല എന്നും ബാൽഡ്വിൻ പ്രഭുവിന് മനസ്സിലായി. പിറ്റേന്ന് ലണ്ടനിലേക്ക് മടങ്ങിയെത്തിയ ബാൽവിൻ ഇലീൻ കോൺവെന്റിന് പുറത്തിറങ്ങിയ ഉടൻ കടലിൽ ചാടി ആത്മഹത്യ ചെയ്തുവെന്ന് രാജ്ഞി അറിയിച്ചു. തന്റെ പദ്ധതികൾ കൂടുതൽ എളുപ്പമായി എന്ന് മനസ്സിലാക്കിയ രാജ്ഞി ആ വിവരം പ്രഭുക്കന്മാരെ അറിയിച്ചു. പക്ഷെ അപ്പോഴേക്കും അവർക്ക് ശരിക്കും പ്രസവവേദന ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പട്ടാളം അന്ന് രാത്രിയിൽ വിലങ്ങുകളാൽ ബന്ധിച്ച റോബിനെ കൊട്ടാരത്തിലേക്ക് പിടിച്ചുകൊണ്ടുവന്നു. ഹന്ന തനിക്കാവുന്നതെല്ലാം ചെയ്തിട്ടും കുട്ടി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അമ്മയും കുഞ്ഞും മരിക്കുമെന്ന സ്ഥിതി വന്നപ്പോൾ അയാൾ തന്നെയാണ് റോബിനെ അവിടേക്ക് വിളിച്ചു വരുത്തിയത്. അവിടെ എത്തി ബാൽഡ്വിൻ പ്രഭുവിനെ സാക്ഷി നിർത്തി നിങ്ങളല്ലേ രാജാവിന്റെ മരുന്നിൽ വിഷം ചേർത്തത് എന്ന് റോബ് അയാളോട് ചോദിച്ചു. പക്ഷേ ആ ചോദ്യത്തിന് മറുപടി പറയാതെ എങ്ങനെയെങ്കിലും രാജ്ഞിയെയും കുഞ്ഞിനെയും രക്ഷിക്കാനാണ് ഹന്ന റോബിനോട് പറഞ്ഞത്. റോബിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാത്തത് കൊണ്ട് തന്നെ രാജാവിന്റെ മരണത്തിന് ഉത്തരവാദി ഹന്ന തന്നെയാണ് എന്ന് ബാൽഡ്വിൻ പ്രഭു ഉറപ്പിച്ചു. ശരി, ഞാൻ നോക്കാം. പക്ഷേ എന്നെയും എൻ്റെ സംഘത്തെയും വെറുതെ വിടുമെന്ന് എനിക്ക് ഉറപ്പ് വേണമെന്ന് റോബ് ഹന്നയോട് പറഞ്ഞു. ബാൽഡ്വിൻ പ്രഭുവിന്റെ മുന്നിൽ വെച്ച് തന്നെ ഹന്ന ആ ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. ശേഷം റോബ് രാജ്ഞിയെ പരിശോധിക്കാൻ ആരംഭിച്ചു. കാര്യങ്ങൾ താൻ വിചാരിച്ചതിലും കുഴപ്പമാണ് എന്ന് റോബിന് മനസ്സിലായി. രാജ്ഞിയുടെ വയറ് കീറി കുഞ്ഞിനെ പുറത്തെടുക്കുക മാത്രമേ അയാൾക്ക് മുന്നിൽ മാർഗമുണ്ടായിരുന്നുള്ളൂ. ഹന്ന അതിൽ സംശയം പ്രകടിപ്പിച്ചുവെങ്കിലും അത് ചെയ്തില്ലെങ്കിൽ
കുട്ടിയും അമ്മയും തീർച്ചയായും മരിക്കുമെന്നാണ് റോബ് പറഞ്ഞത്. അങ്ങനെ വേഗം തന്നെ ശസ്ത്രക്രിയ ആരംഭിച്ചു. ഇതേ സമയം തന്നെ പുറത്ത് കൂട്ടിൽ കിടക്കുന്ന അബുവിനടുത്തേക്ക് കാവൽക്കാരുടെ കണ്ണു വെട്ടിച്ച് റോസ് എത്തി. അബു വേഗം തന്നെ റോബിന്റെ കുഞ്ഞിനെ അവളെ ഏൽപ്പിക്കുകയും ചെയ്തു. മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയയ്ക്കൊടുവിൽ റോബ് കുഞ്ഞിനെ പുറത്തെടുത്തു. പക്ഷേ അതൊരു പെൺകുട്ടിയായിരുന്നു. നാട് ഭരിക്കാൻ ഒരു ആൺകുഞ്ഞിനെ പ്രതീക്ഷിച്ചിരുന്ന രാജ്ഞിക്ക് നിരാശയായി. എങ്കിലും ശേഷം അവർ റോബിന് നന്ദി പറഞ്ഞു. പക്ഷേ തൊട്ടടുത്ത നിമിഷത്തിൽ അവർ പറഞ്ഞത് റോബിനെയും സംഘത്തെയും കൊന്നുകളയാനാണ്. കാരണം രാജാവ് എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്ന സത്യം അയാൾക്കറിയാമായിരുന്നു. ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോയെങ്കിലും അത് മുഖത്ത് പ്രകടിപ്പിക്കാതെ ബാൽഡ്വിൻ പ്രഭു ആ ഉത്തരവനുസരിക്കാൻ തയ്യാറായി. നമ്മൾ അയാൾക്ക് ഉറപ്പ് കൊടുത്തതല്ലേ എന്ന് ഹന്ന ചോദിച്ചപ്പോൾ എൻ്റെ കുഞ്ഞിനെ ഉറങ്ങാൻ അനുവദിക്കുമെന്നാണ് രാജ്ഞി പറഞ്ഞത്. റോബിനെയുമായി പുറത്തേക്ക് വന്ന ബാൽഡ്വിൻ ചെയ്തത് അയാളുടെ കയ്യിലെ കെട്ടുകൾ അഴിക്കുകയാണ്. വേഗം നിങ്ങളുടെ ആളുകളെയുമായി രക്ഷപ്പെട്ടുകൊള്ളൂ. രാജകുമാരിയെ കണ്ടെത്തി അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഈ ദുഷ്ടയായ സ്ത്രീയിൽ നിന്ന് ഈ നാടിനെ രക്ഷിക്കാൻ അത് മാത്രമേ മാർഗമുള്ളൂ. ഇത് പറഞ്ഞ ശേഷം എലീനെ താൻ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നും ബാൽഡ്വിൻ പ്രഭു റോബിന് പറഞ്ഞുകൊടുത്തു. ഒട്ടും കാത്തു നിൽക്കാതെ റോബ് തന്റെ സംഘത്തെ കൂട്ടിൽ നിന്ന് മോചിപ്പിച്ച് വേഗം അവരെയുമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ബാൽഡ്വിൻ പ്രഭു തടവുകാരെ മോചിപ്പിച്ചുവെന്ന് മനസ്സിലാക്കിയ സൈന്യാധിപൻ ഹർത്തനട്ട് റോബിനും സംഘത്തിനും പിന്നാലെ പട്ടാളത്തെ പറഞ്ഞയച്ചു. ശേഷം അയാൾ ബാൽഡ്വിൻ പ്രഭുവിന് നേരെ തിരിഞ്ഞു. നമ്മുടെ രാജാവിനെ കൊന്നവളാണ് ഇവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് എന്ന് ബാൽഡ്വിൻ പ്രഭു പറഞ്ഞപ്പോ, പക്ഷേ അവർ നമ്മുടെ രാജ്ഞിയല്ലേ എന്ന് ചോദിച്ച് ഹർത്തനട്ട് അയാൾക്ക് നേരെ വാളോങ്ങി. കരുത്തനായ ബാൽഡ്വിൻ പ്രഭുവിനെ എതിരിടാൻ അയാൾ ക്ലേശിച്ചുവെങ്കിലും ഒടുവിൽ അയാൾ പ്രഭുവിനെ കുത്തി വീഴ്ത്തുക തന്നെ ചെയ്തു. ഇതേ സമയം റോബിനും സംഘത്തിനുമായി പട്ടാളം നഗരത്തിൽ ആകെ തിരച്ചിൽ നടത്തിയെങ്കിലും അവർക്കവരെ കണ്ടെത്താനായില്ല. റോസ് ഇതിനോടകം തന്നെ റോബിനെയും സംഘത്തെയും അതിർത്തിയിലുള്ളൊരു ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരുന്നു. നമുക്ക് വേഗം ഈ നാട്ടിൽ നിന്ന് പോകാമെന്ന് അബുവും ഇസാക്കും പറഞ്ഞുവെങ്കിലും റോബ് അതിന് തയ്യാറായിരുന്നില്ല. എലീനെ ചികിത്സിച്ച് ഭേദമാക്കുക എന്നതായിരുന്നു അയാളുടെ പദ്ധതി. റബേക്കയുടെ മരണത്തോടെയാണ് എൻ്റെ മനസ്സ് കൈവിട്ടു പോയത്. മോറിഗനാണ് അതിൽ നിന്ന് എന്നെ തിരിച്ചു കൊണ്ടുവന്നത്. ആത്മാവിനെ ചികിത്സിക്കാൻ കഴിയുമെന്ന് എനിക്ക് അതുവരെ അറിവുണ്ടായിരുന്നില്ല. എലീൻ്റെ ആത്മാവിനെ സുഖപ്പെടുത്തി ഈ നാട് അവളെ ഏൽപ്പിച്ചേ മതിയാവൂ. എല്ലാത്തിനും നിമിത്തമായത് എൻ്റെ റബേക്കയുടെ മരണമാണ്. ഈ നാടിനെ ആ ക്രൂരയായ രാജ്ഞിയിൽ നിന്ന് മോചിപ്പിച്ച് എലീൻ്റെ കയ്യിലേൽപ്പിക്കാതെ എൻ്റെ റബേക്കയുടെ മരണം അർത്ഥവത്താവില്ല. തൻ്റെ മകനെ ഇസാക്കിൻ്റെയും റോസിൻ്റെയും സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ച് റോബും സംഘവും യാത്ര തിരിച്ചു. ബാൽഡ്വിൻ പ്രഭു എലീനെ പാർപ്പിച്ചിരിക്കുന്ന ആ ദ്വീപിലേക്ക്. ഇതേ സമയം തന്നെ കൊട്ടാരത്തിൽ മേഴ്സിയെ പൂർണ്ണമായും അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു. രാജാവും അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശിയും മരിച്ചതോടെ പ്രഭുക്കന്മാർക്കും അത് അംഗീകരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇതേ സമയം തന്നെ റോബും സംഘവും ഭ്രാന്തന്മാരുടെ ആ ദ്വീപിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ചികിത്സയില്ലാതിരുന്നതിനാൽ ഭ്രാന്തന്മാരെ ഉപേക്ഷിക്കുന്ന ഒരു ദ്വീപായിരുന്നു അത്. അവരവിടേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ഒരു പറ്റം ഭ്രാന്തന്മാരവരെ വളഞ്ഞു. ഒപ്പമുള്ളവർ ഭയക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ രോഗികളാണ് എന്നും നമ്മൾ ഇവരെ ഭയക്കുകയല്ല ചികിത്സിക്കുകയാണ് വേണ്ടത് എന്നും റോബ് അവരെ ഓർമ്മിപ്പിച്ചു. ഭ്രാന്തിയായ ഒരുവൾ തങ്ങൾക്ക് നേരെ കല്ലെടുത്തെറിയാൻ തുടങ്ങിയപ്പോൾ റോബ് അവളെ ആശ്വസിപ്പിച്ചു. ഞങ്ങളൊരു പെൺകുട്ടിയെ തിരഞ്ഞാണ് ഇവിടേക്ക് വന്നത്. ചുവന്ന മുടിയുള്ളൊരു പെൺകുട്ടി ഈ അടുത്തിവിടേക്ക് വന്നിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ അവരെ അടുത്തുള്ള ഗുഹയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഗുഹയ്ക്കുള്ളിൽ ഒരു പറ്റം മനുഷ്യർ ഇറച്ചി ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മടികൂടാതെ അത് അവർ റോബിനും സംഘത്തിനും നീട്ടി. തങ്ങളെ അവർ സൽക്കരിക്കുകയാണ് എന്നൊരു നിമിഷം റോബും സംഘവും തെറ്റിദ്ധരിച്ചു. പക്ഷേ അപ്പോഴാണ് അവർക്കത് മനസ്സിലായത്. ആ ഭ്രാന്തന്മാർ ചുട്ടുകൊണ്ടിരുന്നത് മനുഷ്യരുടെ ഇറച്ചിയായിരുന്നു. വിശപ്പ് സഹിക്കാനാവാതെ അവർ പരസ്പരം കൊന്നു തിന്നാൻ തുടങ്ങിയിരുന്നു. പെട്ടെന്ന് അവർ റോബിനെയും സംഘത്തെയും ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഡഫ് ഒരു തീപ്പന്തമെടുത്തവരെ പ്രതിരോധിച്ചു. ഒരുവിധം അവരിൽ നിന്ന് രക്ഷപ്പെട്ട ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറിയപ്പോഴാണ് പരിചിതമായൊരു മുഖം റോബ് അവിടെ കാണുന്നത്. നഗരത്തിലേക്ക് എത്തിയ ദിവസം ആ തെരുവിൽ കണ്ട നായയെപ്പോലെ പെരുമാറുന്ന യുവാവായിരുന്നു അത്. ചുവന്ന മുടിയുള്ളൊരു പെൺകുട്ടി ഇവിടേക്ക് വന്നിരുന്നോ എന്ന് റോബ് അയാളോട് ചോദിച്ചു. പെട്ടെന്ന് അവൻ തൻ്റെ കഴുത്തിൽ കെട്ടിയിരുന്ന കയറ് റോബിനെ ഏൽപ്പിച്ചു. ശേഷം ഒരു നായയെപ്പോലെ അവൻ അവരെ മുന്നോട്ട് നയിച്ചു. ഗുഹയ്ക്കുള്ളിലേക്ക് അവർ അങ്ങനെ ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു മൂലയ്ക്ക് ഭയന്ന പെൺകുട്ടി ഇരിപ്പുണ്ടായിരുന്നു. ആരാണ് എന്ന് മനസ്സിലാവാതെ അവൾ റോബിനെയും സംഘത്തെയും കല്ലെറിഞ്ഞ് ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ താൻ റോബാണ് എന്ന് റോബ് അവളോട് പറഞ്ഞു. പെട്ടെന്ന് അയാളെ കണ്ട ആശ്വാസത്തിൽ അവൾ ഓടി വന്ന് റോബിനെ കെട്ടിപ്പിടിച്ചു. എലീനെ രക്ഷിച്ചവർ അവിടെ നിന്ന് പോകുന്നത് മോറിഗന്റെ ഗ്രാമത്തിലേക്കാണ്. 2 ദിവസത്തോളം ആ യാത്ര എങ്ങനെ നീണ്ടു. സ്നേഹമുള്ള മനുഷ്യരോടൊപ്പം ആ സുന്ദരമായ സ്ഥലങ്ങളിലൂടെയുള്ള യാത്രയിലൂടെ
ഹീലീൻ്റെ മനസ്സിലെ പകുതി ഭയങ്ങളും വിഭ്രാന്തികളും അവളെ വിട്ടുപോവുക തന്നെ ചെയ്തു. പക്ഷേ മുന്നോട്ടുള്ള ആ യാത്രയിൽ അവർ കാണുന്നത് രാജ്ഞിയുടെ നിർദ്ദേശപ്രകാരം പട്ടാളക്കാർ കത്തിയിരിച്ച കെൽറ്റുകളുടെ ഗ്രാമങ്ങളാണ്. പക്ഷേ അപ്പോഴും അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല, റോബും സംഘവും ഒളിവിൽ കഴിഞ്ഞിരുന്ന ആ ഗ്രാമത്തിലേക്ക് മേഴ്സിയുടെ പട്ടാളം എത്തിക്കഴിഞ്ഞിരുന്നുവെന്ന്. റോസിനെയും ഇസാക്കിനെയും ഒപ്പം റോബിന്റെ കുഞ്ഞിനെയും പിടികൂടി പട്ടാളം രാജ്ഞിയുടെ മുന്നിലേക്ക് എത്തിച്ചു. റോബിന്റെ കുഞ്ഞിനെ തന്റെ കയ്യിലേക്ക് തരാൻ രാജ്ഞി ആവശ്യപ്പെട്ടപ്പോൾ റോസിന് എതിർത്ത് നിൽക്കാനായില്ല. ആ കൈക്കുഞ്ഞിനെയും കയ്യിൽ പിടിച്ച് റോബും സംഘവും എവിടേക്കാണ് പോയത് എന്നവർ ചോദിച്ചു. ഫ്രാൻസിലേക്കാണ് അവർ പോയത് എന്ന് ഇസാക്ക് കള്ളം പറഞ്ഞുവെങ്കിലും സ്വന്തം കുഞ്ഞിനെയും സുഹൃത്തുക്കളെയും ഇവിടെ ഉപേക്ഷിച്ചാൽ രക്ഷപ്പെടില്ല എന്ന് രാജ്ഞിക്കറിയാമായിരുന്നു. എനിക്കും ഇതുപോലെ ഒരു കുഞ്ഞുണ്ട്. എനിക്ക് കുഞ്ഞുങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് താനും. പക്ഷേ സത്യം പറഞ്ഞില്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു മരിക്കുമെന്ന് രാജ്ഞി ഭീഷണി മുഴക്കിയപ്പോൾ സത്യം പറയാതിരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇതേ സമയം തന്നെ അവർ എത്തിപ്പെട്ട കത്തിയെരിയുന്ന ഗ്രാമത്തിലെ ആളുകളോട് മോറിഗനെക്കുറിച്ച് റോബും സംഘവും ചോദിച്ചു. മോറിഗൻ ഏത് ഗ്രാമത്തിലാണുള്ളത് എന്നവർ മറുപടി പറയുകയും ചെയ്തു. പട്ടാളക്കാർ കൊന്ന തങ്ങളുടെ മകനെ അടക്കം ചെയ്യുകയായിരുന്നു നിസ്സഹായരായ ആ മനുഷ്യർ. എൻ്റെ അച്ഛനെയും അമ്മയും അവർ കൊന്നു. എൻ്റെ സഹോദരനെ അവർ ചുട്ടുകൊന്നു. എനിക്കെത്രയോ ശവക്കുഴികൾ തോണ്ടേണ്ടി വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞ് ഡഫ് ആ മനുഷ്യരെ സഹായിക്കാൻ തയ്യാറായി. തൻ്റെ രണ്ടാനമ്മയുടെ ക്രൂരതകളിൽ നേരിൽ കാണുകയായിരുന്നു. തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് രാജകുമാരിയാണ് എന്ന് മനസ്സിലായപ്പോൾ ആ ഗ്രാമീണർ ഹീലീന് മുന്നിൽ മുട്ടുകുത്തി. ആ മനുഷ്യരുടെ ഏക പ്രതീക്ഷയാണ് താനെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു. വൈകാതെ രാജകുമാരി ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള വാർത്ത കെൽറ്റുകളുടെ ഗ്രാമത്തിലാകെ പടർന്നു. സിംഹാസനത്തിന്റെ യഥാർത്ഥ അവകാശി ജീവിച്ചിരിപ്പുണ്ട് എന്നത് മേഴ്സിയയുടെ പട്ടാളത്തെ നേരിടാൻ അവർക്ക് വീര്യം പകർന്നു. പല ഗ്രാമങ്ങളിലും മനുഷ്യർ പട്ടാളത്തെ സധൈര്യം പ്രതിരോധിക്കാൻ ആരംഭിച്ചു. ഒടുവിൽ ഈ വാർത്ത മേഴ്സിയുടെ കാതുകളിലേക്കും എത്തി. ഒപ്പം തന്നെ ഇലീനാണ് സിംഹാസനത്തിന്റെ യഥാർത്ഥ അവകാശിയെന്ന് തന്റെ സ്വന്തം പട്ടാളത്തിൽ തന്നെ ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട് എന്ന സത്യവും മേഴ്സിയെ മനസ്സിലാക്കി. ഇക്കാര്യം മേഴ്സിയെ അറിയിച്ച ഹർത്തനട്ടിന്റെ കഴുത്തിൽ വാള് വെച്ച് ശരിക്കും രാജ്ഞി ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് മേഴ്സിയെ പറഞ്ഞു. വടക്കോട്ടുള്ള യുദ്ധങ്ങൾ ഇനി താൻ തന്നെ നയിക്കേണ്ടതുണ്ട് എന്ന് മേഴ്സിയെ മനസ്സിലാക്കിയിരുന്നു. ഇതേ സമയം തന്നെ കൊട്ടാരത്തിൽ ഹന്ന ഇബിൻ സിനയുടെ പുസ്തകം പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ആ പുസ്തകം എഴുതിയിരിക്കുന്നത് അറബിയിലായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും ആ ഭാഷ അയാൾക്ക് വശമാകുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ സഹായത്തിനായി അയാൾ മേഴ്സിയയ്ക്കടുത്തേക്ക് തന്നെ എത്തി. പിടിക്കപ്പെട്ട റോബ്കോളുടെ സുഹൃത്തിനെ കൊല്ലരുത് എന്നും ഈ പുസ്തകം എന്നെ പഠിപ്പിക്കാൻ അയാളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട് എന്നും ഹന്നെ അവരെ അറിയിച്ചു. പക്ഷേ മതത്തെ നിന്ദിച്ചുകൊണ്ട് മനുഷ്യന്റെ മൃതദേഹം കീറിമുറിച്ച് പഠിച്ച ഗ്രന്ഥമാണത്. അതിലെ കണ്ടെത്തലുകൾ പലതും തങ്ങളുടെ വിശ്വാസങ്ങൾക്കെതിരാണ്. ആ വിശ്വാസങ്ങൾ കൊണ്ട് തന്നെയാണ് പട്ടാളത്തെയും ഇംഗ്ലണ്ടിലെ ജനതയെയും താൻ കെൽറ്റുകൾക്കെതിരെ തിരിച്ചത്. അങ്ങനെ ഒരു പുസ്തകം പഠിക്കാനായി താൻ എന്തിനവരെ കൊല്ലാതിരിക്കണമെന്ന് ചോദിച്ച് ഹന്നയുടെ ആവശ്യം മേഴ്സിയെ തള്ളി. പക്ഷേ ആ പുസ്തകം എത്രത്തോളം അമൂല്യമാണ് എന്നും അതിലെ അറിവുകൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നും വൈദ്യനായ ഹന്നയ്ക്കറിയാമായിരുന്നു. തനിക്കത് പഠിക്കാനായില്ലെങ്കിലും അതൊന്നും നശിച്ചു പോകരുത് എന്ന് തന്നെ ഹന്ന തീരുമാനിച്ചു. അയാൾ ആ രാത്രി തന്നെ ആരും കാണാതെ തടവിലാക്കപ്പെട്ട റോസിനെയും ഇസാക്കിനെയും മോചിപ്പിച്ചു. ആ പുസ്തകം അയാൾ ഇസാക്കിന് തിരിച്ചു നൽകുകയും ചെയ്തു. നിങ്ങളുടെ തെറ്റുകളെല്ലാം ദൈവം ക്ഷമിക്കട്ടെ എന്ന് നേർന്ന് ഇസാക്കും റോസും കുഞ്ഞിനെയുമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അന്ന് രാത്രിയിൽ ഉറക്കമുണർന്ന മേഴ്സിയെ കാണുന്നത് തൻ്റെ മുറിയിൽ രാജാവിൻ്റെ മുഖത്ത് പുരട്ടിയ അതേ മരുന്ന് പുരട്ടിക്കിടക്കുന്ന ഹന്നയാണ്. രാജ്ഞി പറഞ്ഞ ക്രൂരതകളെല്ലാം താൻ ചെയ്തു. ഒടുവിൽ നീതിമാനായ ഒരു രാജാവിനെ പോലും തനിക്ക് കൊല്ലേണ്ടി വന്നു. ഇനിയും അത് തുടരാൻ അയാൾക്കാകുമായിരുന്നില്ല. തൻ്റെ വിശ്വസ്തനും സ്നേഹിതനുമായ ഹന്നയുടെ മരണം കണ്ട് രാജാവിൻ്റെ മരണം പോലും ഇമജിമാതെ നോക്കി നിന്ന മേഴ്സിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇതേ സമയം തന്നെ റോബും സംഘവും മോറിഗന്റെ ഗ്രാമത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ആ ഗ്രാമത്തിലുള്ള മനുഷ്യർ തങ്ങളുടെ രാജ്ഞിയെ സ്നേഹാദരങ്ങളോടെ സ്വീകരിച്ചു. സ്നേഹമുള്ള മനുഷ്യരുമായുള്ള ഇടപെടലുകളും ആ യാത്രയും അത്രയും നാൾ അശാന്തമായി കിടന്നിരുന്ന അവളുടെ മനസ്സിനെ ശാന്തമാക്കുക തന്നെ ചെയ്തു. ഗ്രാമീണരുടെ സ്നേഹവായ്പകളും ബഹുമാനവും താൻ അവരുടെ രാജകുമാരിയാണെന്ന ബോധ്യം അവളിൽ ഉണർത്തി. ഗ്രാമത്തിലാകട്ടെ ആ മനുഷ്യരെല്ലാം അപ്പോൾ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. സൈന്യത്തെയുമായി മേഴ്സിയെ ഗ്രാമം ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഇതിനോടകം തന്നെ അവർ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. മോറിഗനാകട്ടെ ഈ സമയം രോഗശയ്യയിലായിരുന്നു. റോബ് അവർക്കടുത്തേക്ക് എത്തുമ്പോൾ രാജകുമാരിയുമായി നീ എൻ്റെ അരികിലേക്ക് വരുമെന്ന് എനിക്കറിയാമായിരുന്നുവെന്നാണ് മോറിഗൻ പറഞ്ഞത്.
മഹാവൈദ്യനായ നീയുള്ളപ്പോൾ കുഞ്ഞ് ഞാൻ എന്തിനാണ് എന്ന് റോബിനോട് അവർ ചോദിച്ചു. പക്ഷേ എന്നിരുന്നാലും റോബിന് തൻ്റെ സഹായം ആവശ്യമുണ്ട് എന്ന് ആ വൃദ്ധയ്ക്കറിയാമായിരുന്നു. വൈകാതെ കിഴക്കാ കുന്നിൻ മുകളിലെ നോർഡൻ ക്ഷേത്രത്തിൽ ചികിത്സയ്ക്കുള്ള ഒരുക്കങ്ങൾ തയ്യാറായി. പക്ഷേ നിർഭാഗ്യമെന്നോണം അവിടേക്കെത്തി ചികിത്സ ആരംഭിക്കാൻ തുടങ്ങും മുൻപ് തന്നെ മോറിഗൻ അവരെ വിട്ടുപോയിരുന്നു. താൻ ആ ചികിത്സ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതുണ്ട് എന്ന് റോബിന് മനസ്സിലായി. അയാളങ്ങനെ സംശയിച്ചു നിന്നപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുമെന്നും എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് എന്നും എലീന അയാളോട് പറഞ്ഞു. ഒട്ടും വൈകിക്കാതെ അവർ ചികിത്സ ആരംഭിച്ചു. മോറിഗൻ പഠിപ്പിച്ചത് കണക്ക് റോബ് ഓരോന്നും ശ്രദ്ധയോടെ ചെയ്തു. വാക്കുകളായിരുന്നു മോറിഗന്റെ മരുന്ന്. ആ മരുന്ന് തന്നെയാണ് കാച്ചിക്കുറുക്കി റോബിനും ഉപയോഗിച്ചത്. ചികിത്സയുടെ പകുതിയിൽ ഒരുതരം ഉന്മാദാവസ്ഥയിലേക്ക് എത്തിയ എലീൻ്റെ കാതുകളിൽ റോബിൻ്റെ ആ വാക്കുകൾ അലയടിച്ചു. പതിയെ പതിയെ അവളുടെ ഉള്ളിൽ ഭയത്തിൻ്റെ ഓർമ്മകൾ ഓരോ പാളികളായി അടർന്നു മാറാൻ ആരംഭിച്ചു. കൊട്ടാരത്തിലേതോ ആഘോഷത്തിന് നടുവിലിരിക്കുന്ന തൻ്റെ പിതാവിനെ അവൾക്കിപ്പോൾ കാണാം. തൻ്റെ അമ്മ മോശപ്പെട്ടവളാണ് എന്നും അവർക്ക് മറ്റ് ബന്ധങ്ങളുണ്ട് എന്നും രാജാവിനെ അവർ ചതിക്കുകയാണ് എന്നും രാജാവിനോടത് പറയൂവെന്നും തന്നോട് പറയുന്ന ചെകുത്താൻ്റെ ശബ്ദം അവളുടെ മനസ്സിൽ അലയടിച്ചു. ഇപ്പോഴത് അവൾക്ക് വ്യക്തമായി കേൾക്കാം. താൻ അതനുസരിച്ചതായും അച്ഛനോടത് പറഞ്ഞതായും അവളിപ്പോൾ ഓർക്കുന്നു. പിന്നീട് അവളുടെ മനസ്സിലേക്ക് വന്ന ആ ചിത്രം അതിഭീകരമായിരുന്നു. ചോര പുരണ്ട വാളുമായി നിൽക്കുന്ന അച്ഛൻ, ചോരയിൽ കുളിച്ച് തറയിൽ കിടക്കുന്ന അമ്മ, തന്നോട് മന്ത്രിച്ച ചെകുത്താനിപ്പോൾ അത് കണ്ട് തൻ്റെ അരികിൽ നിൽപ്പുണ്ട്. പതിയെ പതിയെ അതിനൊരു മുഖം തെളിഞ്ഞു വരാൻ ആരംഭിച്ചു. മേഴ്സിയുടെ മുഖമായിരുന്നു അത്. ഭ്രാന്തിൻ്റെ നേർത്ത പാളികൾക്കിടയിൽ മറഞ്ഞുകിടുന്ന ഓർമ്മകൾ എലീന് വ്യക്തമായി. തൻ്റെ അമ്മ മോശപ്പെട്ടവളാണ് എന്ന് അച്ഛനോട് പറയാൻ മേഴ്സിയെ പറഞ്ഞതനുസരിച്ച് താൻ അച്ഛനോടത് പറഞ്ഞു. ആ കള്ളം വിശ്വസിച്ച് അച്ഛൻ തൻ്റെ മുന്നിൽ വെച്ച് തൻ്റെ അമ്മയെ കൊന്നു. ഈ സംഭവമായിരുന്നു അവളെ ഭ്രാന്തിലേക്ക് തള്ളിയിട്ടത്. താൻ കാരണമാണ് തൻ്റെ അമ്മ മരിച്ചത് എന്ന് നിഷ്കളങ്കയായ പെൺകുട്ടി വിശ്വസിച്ചു. താനൊരു ചെകുത്താനാണ് എന്നവൾ സ്വയം വിശ്വസിച്ചു. പതിയെ ആ ഓർമ്മകളെ ഭ്രാന്ത് വന്ന് മൂടി. താനൊരു ചെകുത്താനാണ് എന്നത് മാത്രമേ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ തൻ്റെ അറിവില്ലായ്മയെ മുതലെടുത്ത് തന്നെക്കൊണ്ടത് ചെയ്യിച്ച മേഴ്സിയെയാണ് യഥാർത്ഥ ചെകുത്താനെന്ന് ആ നിമിഷത്തിൽ അവൾ തിരിച്ചറിയുകയായിരുന്നു. എന്നാൽ ഇതേ സമയം തന്നെ മേഴ്സിയെയും പട്ടാളവും അവിടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. പട്ടാളം ആ ഗ്രാമത്തിന് നേർ കമ്പുകൾ തൊടുത്തുവിട്ട് അവരെ ആക്രമിക്കാൻ ആരംഭിച്ചു. വൈകാതെ ആ ഗ്രാമത്തിൻ്റെ കോട്ടമതിലുകൾ തകർക്കപ്പെട്ടു. സൈനികർ അതിനുള്ളിലേക്ക് ഇരച്ചു കയറിയ ആ മനുഷ്യരെ ആക്രമിക്കാൻ ആരംഭിച്ചു. പക്ഷേ അവർക്കിടയിലേക്ക് ഒരു വാളും പരിചയം പിടിച്ച പെൺകുട്ടി നടന്നിറങ്ങിയപ്പോൾ സൈന്യം ആക്രമണം നിർത്തി. ചുവന്ന മുടിയുള്ള പെൺകുട്ടി തങ്ങളുടെ രാജകുമാരി ഇലീനാണ് എന്ന് സൈനികർ തിരിച്ചറിഞ്ഞു. സൈന്യം ആക്രമണം നടത്തിയത് കണ്ട് മേഴ്സി അതിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ കണ്ടത് ഇലീന് മുന്നിൽ അവളുടെ വാക്കുകൾക്കായി കാത്തു നിൽക്കുന്ന തൻ്റെ സൈനികരെയാണ്. വേഗം അവളെ കൊന്നുകളയാൻ മേഴ്സിയെ ഉത്തരവിട്ടു. പക്ഷേ സൈനികർ അനങ്ങിയില്ല. എന്താണ് അനങ്ങാതെ നിൽക്കുന്നത്, അവളെ കൊന്നുകളയുമെന്ന് മേഴ്സി ആക്രോശിച്ചിട്ടും സൈന്യം അവിടെ നിന്ന് അനങ്ങിയില്ല. ഒടുവിൽ ഇലീന സൈനികരോടായി പറഞ്ഞു, എൻ്റെ അമ്മ മോശപ്പെട്ടവളാണ് എന്നെൻ്റെ അച്ഛനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവരെന്നെ കരുവാക്കി. എൻ്റെ അച്ഛനത് വിശ്വസിച്ചു. എൻ്റെ അമ്മയെ കൊന്നു. ഈ ക്രൂരയായ സ്ത്രീ എൻ്റെ അമ്മയുടെ സ്ഥാനം കൈക്കലാക്കി. ശേഷം അവരെൻ്റെ അച്ഛൻ്റെ മരുന്നിൽ വിഷം ചേർത്ത് എൻ്റെ അച്ഛനെ നിങ്ങളുടെ രാജാവിനെ വകവരുത്തി. ശേഷം അവർ അദ്ദേഹത്തിൻ്റെ സ്ഥാനവും കൈക്കലാക്കി. എലീനിത് പറഞ്ഞപ്പോൾ ഇവർ അങ്ങനെ ചെയ്യുമെന്നും ഇവർ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നുവെന്നുമൊക്കെ സൈനികർക്കിടയിൽ മുറുമുറുപ്പുയർന്നു. തൻ്റെ സൈന്യം തനിക്കെതിരെ തിരിയുകയാണെന്ന് മേഴ്സിയെ തിരിച്ചറിഞ്ഞു. ഇന്നിവർ നിങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നെയും ഈ കെൽറ്റികളെയും കൊല്ലുവാൻ വേണ്ടിയാണ്. എൻ്റെ അച്ഛനെ വിശ്വസിപ്പിച്ചതുപോലെ കെൽറ്റികൾ മോശപ്പെട്ടവരാണ് എന്ന് നിങ്ങളെയും ഇവർ വിശ്വസിപ്പിച്ചു. കെൽറ്റികളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായാണിവർ. അതിനാൽ തന്നെ ആ സിംഹാസനത്തിന് ഇവർ അർഹയല്ല എന്നും ഞാനാണ് ആ സിംഹാസനത്തിന് അവകാശപ്പെട്ടവള് എന്നും ഇലീൻ പറഞ്ഞപ്പോൾ സൈനികരും കെൽറ്റികളും ഒരുപോലെ സമ്മതിച്ചു. ഇരുവിഭാഗങ്ങളും അവൾക്ക് മുന്നിൽ മുട്ടുകുത്തി. ഒടുവിൽ തൻ്റെ സൈന്യാധിപൻ പോലും അവൾക്ക് മുന്നിൽ മുട്ടുകുത്തുകയാണ് എന്ന് കണ്ടതോടെ തനിക്കിനി രക്ഷയില്ല എന്ന് മേഴ്സിയെ തിരിച്ചറിഞ്ഞു. പരാജയം സമ്മതിച്ചവർ കുതിരപ്പുറത്ത് നിന്നിറങ്ങി ഇലീന് മുന്നിൽ മുട്ടുകുത്തി പൊട്ടിക്കരയാൻ ആരംഭിച്ചു. ഇലീൻ അവർക്കടുത്തേക്കെത്തി അവരുടെ തലയിൽ കൈവച്ചതും ആ സ്ത്രീ തൻ്റെ കത്തി വലിച്ചൂരി അവളെ കുത്തി.
പക്ഷേ തൊട്ടടുത്ത നിമിഷത്തിൽ കെൽറ്റുകളുടെയും പട്ടാളത്തിൻ്റെയും അമ്പുകൾ മേഴ്സിയുടെ നെഞ്ചിൽ തറച്ചു. നിലത്ത് വീണ് കിടക്കുന്ന എലീനടുത്തേക്ക് റോബ് ഓടിയെത്തി. ശേഷം അവളുടെ ദേഹത്ത് സ്പർശിച്ചപ്പോൾ തന്നെ അവൾ മരിക്കുകയില്ല എന്ന് റോബ് തിരിച്ചറിഞ്ഞു. പക്ഷേ അമ്പേറ്റ് വീണ് മേഴ്സി ഇതിനോടകം തന്നെ മരിച്ചു കഴിഞ്ഞിരുന്നു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. തങ്ങളുടെ രാജകുമാരിയെ ആ നാടും നഗരവും സ്നേഹാദരങ്ങളോടെ സ്വീകരിച്ചു. തിരിച്ചെത്തിയുടനെ റോബ് തൻ്റെ കുഞ്ഞിനടുത്തേക്കാണ് ഓടിയെത്തിയത്. വർഷങ്ങൾ പലതങ്ങനെ കടന്നുപോയി. എലീന് കീഴിൽ കെൽറ്റുകളും ക്രിസ്ത്യാനികളും സമാധാനത്തോടെ സഹവസിച്ചു. റോബാകട്ടെ തൻ്റെ പഠനമേഖല മനോരോഗങ്ങളിലേക്കും വ്യാപിപ്പിച്ചിരുന്നു. എല്ലാത്തിനും പിന്തുണ നൽകിയ അയാൾക്കൊപ്പം എപ്പോഴും എലീനുമുണ്ടായിരുന്നു. പല നാടുകളിൽ നിന്നും വൈദ്യം പഠിക്കാനും ആ മഹാവൈദ്യന് കീഴിൽ ചികിത്സ നേടാനും ജനം ഒഴുകിയെത്തിക്കൊണ്ടേയിരുന്നു.